ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാമ്പതയേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. മക്കൾക്കെല്ലാം സുഖമാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. വത്സലാമകൾക്ക് നല്ല പനിയുണ്ട്, അമ്മയെ പ്രാർത്ഥിക്കണം. എല്ലാ മക്കൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്ന മക്കളെ പെട്ടെന്ന് തന്നെ സുഖമാകണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കൾക്കും ആർക്കും വിഷമം ഉണ്ടാകരുതേ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നത്. എല്ലാവർക്കും വേഗം വേഗം സുഖമാകണേ. എനിക്കും വയ്യല്ല മക്കളെ, എല്ലാവർക്കും ഈ അന്തരീക്ഷം അങ്ങനത്തെയാണ്, എല്ലായിടവും ഉണ്ട് ഈ പനിയൊക്കെ. എല്ലാവർക്കും നമസ്കാരം. എല്ലാ മക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അധ്യാത്മരാമായണം കിളിപ്പാട്ട് അയോധ്യാകാന്ഡം. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. നമുക്കിന്ന് 8ാമത്തെ ദിവസമാണ് വനയാത്ര. ശ്രീരാമൻ വനത്തിലേക്ക് പോകാനുള്ള യാത്രയ്ക്കുള്ള ആരംഭമാണ്. രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങി അരുൾ ചെയ്തു. കൈകേയിയാകിയ മാതാവ് തന്നോട് ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിതേ. മനസ്സിന്ന് ശോകമെല്ലാം കളയൂ അമ്മേ എന്ന് ശ്രീരാമൻ പറഞ്ഞു. ശ്രീരാമൻ അറിയാം, നാരദ മഹാമുനി പറഞ്ഞു കൊടുത്തു എന്തിനാ ഇവിടെ വന്നതെന്നും. അതൊക്കെ അപ്പോഴറിയാം ഇതിനു വേണ്ടിയാണ്, അല്ലാതെ ആരും ഒരു കുറ്റവും ചെയ്യുന്നില്ല. അതുകൊണ്ട് ശോകമെല്ലാം മനസ്സിന് കളയൂ അമ്മേ. സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു. ഖേദം അകലെ കളഞ്ഞിനി ഞങ്ങളെ താതൻ ആജ്ഞാപിക്ക വേണ്ടതു വൈകാതെ. എനിക്ക് അച്ഛൻ ആജ്ഞാപിച്ചാൽ മാത്രം മതി, എല്ലാം ഒരുക്കി തന്നെ ഇരിക്കുകയാണ് പോകാനായിട്ട്. ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാദരം പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു സസംഭ്രമം. അവർക്കുള്ള ഇഷ്ടപ്പെട്ട വാക്കാണല്ലോ ഇങ്ങനെ പോകുമെന്ന് കേട്ടപ്പോൾ അങ്ങനെ സസംഭ്രമായിട്ട് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റു. ശ്രീരാമനും മൈഥിലിക്കും അനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാൾ അമ്മയും. ധന്യവസ്ത്രങ്ങളും ഉപേക്ഷിച്ച് രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. ധന്യവസ്ത്ര സാധാരണ എപ്പോഴും ഉടുക്കുന്ന വസ്ത്രങ്ങളൊക്കെ വനത്തിൽ, അതായത് വന്യചീരങ്ങൾ, മരവുരി, വനത്തിലേക്ക് പോകണമെങ്കിൽ അങ്ങനെയുള്ളതൊക്കെയാണ് ഉടുക്കേണ്ടത്. പുഷ്കരലോചനാനുജ്ഞയാ വൽക്കലം ലക്ഷ്മണൻ താൻ ഉടുത്താൻ അതുനേരം. ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ പക്ഷം ഉള്ളിലെന്നുള്ളത് അറിവാനായി തൽക്ഷണേ ലജ്ജയാ ഭർത്തൃമുഖാംബുജം ഗൂഢമായി നോക്കിനാൾ. എങ്ങനെ ഞാനിതു ഗാഠം ഉടുക്കുന്നു എന്നുള്ള ചിന്തയാ. അതായത് രാമനെ ഒന്ന് ഗൂഢമായി രഹസ്യമായി ഒന്ന് നോക്കി എങ്ങനെ ഞാനിത് ഉടുക്കും എന്നുവെച്ചാൽ പരിചയമില്ലല്ലോ. മംഗലദേവതാ വല്ലഭൻ രാഘവൻ ഇംഗിതജ്ഞൻ തഥാ വാങ്ങി പരുഷമാം വൽക്കലം ദിവ്യാംബരോ ഉപരിവേഷ്ടിച്ചു സൽക്കാരമാനം കലർന്നു നിന്നിടിനാൻ. എന്നത് കണ്ടൊരു രാജതാരങ്ങളും അന്യരായുള്ള
ജനങ്ങളും ഒക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നത് കേട്ടു നിന്നരുളിയിടും വസിഷ്ഠ മഹാമുനി കോവേന ഫൽസിച്ചു. കൈകേയി തന്നോട് താപേന ചൊല്ലിനാൻ എന്തിതു തോന്നുവാൻ. ദുഷ്ടേ നിശാചരി ദുർവൃത്ത മാനസേ കഷ്ട ഓർത്തോളം കഠോരശീലേ ഖലേ. രാമൻ വനത്തിന് പോകണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ. ജാനകീ ദേവിക്കു വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തൊരു കാരണം. ഭക്തിയാ പതിവ്രതയായൊരു ജാനകി ഭർത്താവിനോട് കൂടെ പ്രയാണം ചെയ്യിൽ സർവാഭരണ വിഭൂഷിത ഗാത്രിയായി ദിവ്യാംബരം പൂണ്ട് അനുഗമിച്ചിടുക. കാനന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും രമിപ്പിച്ചു സദാകാലം ഭർത്തൃ ശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധിയാ ചരിച്ചിടുക നീ വരൂ. ദേവി പോകണമെങ്കിൽ നല്ല ആഭരണമൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് തന്നെ പോകുമ്പോൾ രാമന് വിഷമമൊക്കെ മാറി സന്തോഷമായിട്ടിരിക്കാമല്ലോ. അതായത് ദേവി കൂടെ ഇങ്ങനെ നന്നായി പോകുമ്പോൾ അല്ല ഈ മരവുരിയൊക്കെ ഉടുക്കുമ്പോൾ വിഷമം കൂടത്തല്ലേ ഉള്ളു. അതുകൊണ്ട് പോണെങ്കിൽ സർവ്വവിഭൂഷിത ഗാത്രിയായി തന്നെ പോകണം. ദിവ്യാംബരമൊക്കെ പൂണ്ട് അനുഗമിച്ചിടുക. ഇത്തം വസിഷ്ഠോ കൃതി കേട്ടു ദശരഥൻ അത്വാ സുമന്ത്രരോടേവം അരുൾ ചെയ്തു. ദശരഥൻ രാജാവ് പറഞ്ഞു, രാജയോഗ്യം രഥമാശു വരുത്തുക, രാജീവ നേത്ര പ്രയാണായ സത്വരം. ഇവർക്ക് പോകാൻ വേണ്ടി രഥം വരുത്തുക. പിതാവ് പറഞ്ഞു. യുദ്ധമുക്കുത രാമവക്രാംബുജം പാർത്തു പുത്ര ഹാ രാമ സൗമിത്രേ ജനകജേ രാമ രാമ ത്രിലോകാഭിരാമാങ്ക ഹാ മമ പ്രാണസമാന മനോഹര. ദുഃഖിച്ച് ഭൂമിയിൽ വീണു ദശരഥൻ ഉൾക്കാമ്പഴിഞ്ഞു കരയുന്നതു നേരം. അങ്ങനെ വാഹനമൊക്കെ രഥമൊക്കെ വരുത്താൻ പറഞ്ഞിട്ട് പിതാവ് മകൻ്റെ മുഖത്തേക്ക് പാർത്ത് നോക്കിയിട്ട് വിഷമിച്ച് കരഞ്ഞു. തേരും ഒരുമിച്ചു നിർത്തി സുമന്ത്രരും ശ്രീരാമദേവൻ അപ്പോൾ അരുൾ ചെയ്തു. തേരിൽ കരേറുക സീതേ വിരവിൽ നീ നേരം ഇനി കളഞ്ഞിടരുതേതുമേ. സുന്ദരി വന്ദിച്ചു തേരിൽ കരേറിനാൾ ഇന്ദിരാ വല്ലഭനാകിയ രാമനും. മാനസഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു. പിതാവിനെ വീണു വണങ്ങിയിട്ട് വലം വെച്ച് പ്രദക്ഷിണം ചെയ്തു. താണ് തൊഴുതുടൻ തേരിൽ കരേറിനാൻ ബാണചാപാസി തൂണീരാദികളെല്ലാം കൈക്കൊണ്ട് വന്ദിച്ചു താനും കരേറിനാൻ. ലക്ഷ്മണനും വന്ദിച്ച് എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് അത് ചാവും അത് വില്ലുമൊക്കെ. സുമന്ത്രനും ആകുലാൽ അപ്പോൾ സുമന്ത്രനും ആകുലാൽ ദുഃഖേന തേർ നടത്തിയിടിനാൻ. അങ്ങനെ സുമന്ത്രനും തേരപ്പെടുത്തേക്ക് വിഷമിച്ച് ആകുലപ്പെട്ട് തന്നെ ഇങ്ങനെ പോകുന്നല്ലോ എന്നോർത്ത് സുമന്ത്രനും ദുഃഖേന തേർ നടത്തി. പൂവനും നിൽക്കെന്നു ചൊന്നാൻ. അങ്ങനെ പിതാവ് പൂവൻ പറഞ്ഞു നിൽക്ക് എന്ന് പോയെങ്കിലും അവനെ പെട്ടെന്ന് പറഞ്ഞു മകനല്ലേ നിൽക്കൂ എന്ന് ചൊന്നാൻ. രഘുനാഥനും ഗച്ഛേതി വേഗാൽ അരുൾ ചെയ്തതു. അപ്പോൾ പിതാവ് നിൽക്കാൻ പറഞ്ഞു. മകൻ രഘുനാഥൻ പറഞ്ഞു പോകൂ എന്ന്. കാരണം നിന്നാൽ ഇനിയും വിഷമം കൂടത്തല്ലേ ഉള്ളു. അതുകൊണ്ട് പെട്ടെന്ന് പൊക്കോ എന്ന് മകനും പറഞ്ഞു രഘുനാഥൻ. നിശ്ചലമായതു ലോകവും അന്നേരം രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണതു ഭൂതലേ. എല്ലാവരും അപ്പോഴും അങ്ങനെ പോകൂ എന്ന് പറഞ്ഞപ്പോഴും പിതാവ് നിൽക്കുന്നതെല്ലാം കേട്ടപ്പോൾ ജനങ്ങളെല്ലാം എല്ലാം നിശ്ചലമായി. ആരും അനങ്ങാതെ വിഷമിച്ച് പെട്ടെന്ന് എല്ലാം ഒരേപോലെ അങ്ങ് നിശ്ചലമായി പോയി. അപ്പോൾ മകനിങ്ങനെ ദൂരെ അങ്ങ് മറയുന്നവരെ നോക്കി നിന്നിട്ട് പെട്ടെന്ന് തന്നെ മറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ച് വീണത് ഭൂതലേ. സ്ത്രീ ബാലവൃദ്ധാവധി പുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ. തിഷ്ട പ്രഭോ രാമ ദയാനിധേ. ദൃഷ്ടിക്ക് അമൃതമായ ഒരു തിരുമേനി. ദൃഷ്ടി കൊണ്ട് നോക്കുമ്പോൾ അമൃതം പൊഴിച്ചു കൊടുക്കുന്ന തിരുമേനിയാണ് ഈ പരമാത്മാവായ ശ്രീരാമൻ. നോട്ടത്തിൽ തന്നെ അമൃതമുണ്ട്. അതുകൊണ്ട് തിഷ്ട പ്രഭോ നിൽക്കൂ എന്ന് ജനങ്ങളെല്ലാം ദയാനിധേ തിഷ്ട പ്രഭോ ദൃഷ്ടിക്ക് അമൃതമായ ഒരു തിരുമേനി കാണാകിൽ എങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു. പ്രാണനോ പോയതല്ലോ. മമ ദൈവമേ ഞങ്ങളെല്ലാം പ്രാണനാണല്ല പോകുന്നതെന്ന് പറഞ്ഞ് എല്ലാവരും വിഷമിച്ചു. ഇത്തരം ചൊല്ലി വിലാപിച്ചു സർവരും സത്വരം തേരിൽ പിറകെ നടകൊണ്ടാർ. എല്ലാവരും പുറകെ പോയി. മന്നവൻ താനും ചിരം വിലപിച്ചതാ ചൊന്നാൻ പരിചാരകന്മാരോട് ആകുലാൽ. എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നോട് മാതൃഗൃഹത്തിലാക്കുവിൻ. മാതൃഗൃഹത്തെങ്കിൽ ആക്കൂ, എന്നെ എടുത്തുകൊണ്ട് പോകൂ. എനിക്ക് അത് രാജാവാണ് പറയുന്നത്. ഈ കിടന്നത് അത്രയും കൈകയുടെ അടുത്താണല്ലോ. ഇനി എന്നെ രാമൻ വസിക്കുന്ന ഭവനത്തിൽ കൊണ്ടാക്കൂ. രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴുന്നതില്ലെന്ന് നിർണയം.
എന്നതു കേട്ടൊരു ഭൃത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്കിൽ ആക്കിടിനാരന്നേരം വന്നൊരു ദുഃഖേന മോഹിച്ചു വീണിതു പിന്നെ ഉണർന്നു കരഞ്ഞു തുടങ്ങിനാൻ. ഖിന്നയായി മേവുന്ന കൗസല്യ തന്നോടും ശ്രീരാമനും തമസാ നദി തന്നെ തീരം ഗമിച്ചു വസിച്ചു നിശാമുഖേ പാനീയം മാത്രം ഉപജീവനം ചെയ്തു. ജാനകിയോടും നിരാഹാരനായൊരു വൃക്ഷമൂലേ ശയനം ചെയ്തുറങ്ങിനാൻ. അങ്ങനെ ശ്രീരാമൻ ഇവിടെ ചെന്നു തമസാ നദിയുടെ തീരത്ത് നിശാമുഖം, അതായത് രാത്രി തുടങ്ങുന്നത് എന്ത് പറയാം, നിശാമുഖം, നിശ തുടങ്ങുന്ന സന്ധ്യാസമയമായി പാനീയം മാത്രം, ജലം മാത്രം ഉപജീവനം ചെയ്തുകൊണ്ട് ജാനകിയോടും നിരാഹാരനായി ഒന്നും കഴിക്കാതെ വൃക്ഷമൂലെ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ശയനം ചെയ്തുറങ്ങിനാൻ. ലക്ഷ്മണൻ വില്ലും അമ്പും ധരിച്ച് അന്തികയെ ദീക്ഷിച്ചു നിന്ന് സുമന്ത്രരുമായി ഓരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞ് ആകുലാൽ പൗരജനങ്ങളും ചെന്ന് അരികെ പൊക്ക് ശ്രീരാമനെ അങ്ങ് കൊണ്ടുപോയി കൂടാകിൽ കാനനവാസം നമുക്ക് വന്നേ വരും. ശ്രീരാമനെ അങ്ങ് തിരിച്ചു കൊണ്ടുപോകും, നമുക്ക് പോയിട്ട് വരാം. വനത്തിൽ ഇന്നൊക്കെ ഇവർ എന്തെങ്കിലുമൊക്കെ ജനങ്ങളുടെ സങ്കടം കൊണ്ട് എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയും, ലെക്കില്ലാതെ പറയും, നമുക്ക് പോകാം, രാമനെ അങ്ങ് തിരിച്ചു ഇങ്ങനെയൊക്കെ പറയും. ദുഃഖവൃത്താന്തങ്ങളെല്ലാം പറഞ്ഞ് ആകുലാൽ അങ്ങനെ സുമന്ത്രരും ലക്ഷ്മണനും ഇവർക്ക് കാവലായി അവിടെ വില്ലുവമ്പം ധരിച്ച് നിൽക്കുന്നു. രഘുവരനും ജാനകിയും ആ വൃക്ഷത്തൂട്ടിൽ മയങ്ങി. അപ്പം ജനങ്ങളെല്ലാം കൂടെ ഉണ്ട്, കുറേ പേര് അവരുടെ കൂടെ ചെന്നിട്ടുണ്ട്. കാനനവാസം നമുക്ക് എന്നേ വരും മാനസത്തെങ്കിൽ ഉറച്ചു മരുവിനാർ. അങ്ങനെ ശ്രീരാമനെ അങ്ങ് കൊണ്ടുപോയി കൂടായെങ്കിൽ കാനനവാസം നമുക്ക് എന്നേ വരും മാനസത്തിങ്കിൽ ഉറച്ചു മരുവിനാർ. പൗരജനത്തിൻ പരിദേവനം കണ്ടൊരു ശ്രീരാമദേവന് ഉള്ളിൽ നിരൂപിച്ചു. ഉറങ്ങിയിട്ടില്ല. അങ്ങനെ ഇവരുടെ എല്ലാം പരിഭവങ്ങളെല്ലാം പറച്ചിലെല്ലാം കേട്ടുകൊണ്ട് ദേവൻ, അതായത് ശ്രീരാമൻ മനസ്സിലൊന്ന് നിരൂപിച്ച് ഉറപ്പിച്ച്, എന്താ, സൂര്യൻ ഉദിച്ചാൽ അയക്കുകയില്ല ഇവർ, നേരം വെളുത്താൽ ഇവർ നമ്മളെ അയക്കത്തില്ല, അവരെല്ലാം ഇങ്ങനെ കിടന്ന് നിലവിളിക്കത്തില്ലേ, അതുകൊണ്ട് സൂര്യൻ ഉദിച്ചാൽ അയക്കയുമില്ലിവർ, കാര്യത്തിനും വരും വിഘ്നമെന്നാൽ ഇവർ. അപ്പം നമുക്ക് പോകേണ്ട കാര്യത്തിന് വിഘ്നമുണ്ടാകും. ഖേദം കലർന്നു തളർന്നുറങ്ങുന്നിതു ബോധമില്ല ഇപ്പോൾ, ഇനി ഉണരും മുമ്പേ പോകാം നാം, ഇപ്പോഴേ കൂട്ടുക തേരെന്ന് രാഘവൻ വാക്കുകൾ കേട്ട് സുമന്ത്രരും വേഗേന തേരും ഒരുമിച്ച് തന്നേരം. രാഘവന്മാരും ജനക തനൂജയും തേരിലേറിടിനാരേതും അറിഞ്ഞില്ല പൗരജനങ്ങൾ അന്നേരം. അത് പൗരജനങ്ങളൊന്നും അറിയില്ല, അവർ നല്ല ഉറക്കമായി. ആ സമയം നോക്കി ശ്രീരാമനും എല്ലാവരും സുമന്ത്രൻ തേര് തെളിച്ച് അവരെ യാത്രയാക്കുന്നു. സുമന്ത്രനും ഇനി ഗുഹൻ്റെ അടുക്ക ചെല്ലുവോളം സുമന്ത്രൻ കൂടെ ആ നദി കിടക്കുന്നവരെ അവിടം വരെയാണ് ഈ യാത്ര. അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് പറ്റില്ല, പിന്നെ വെള്ളത്തിൽ കയറി വേണം പോകാൻ, നദി കടന്നുകൊണ്ട് അക്കരെ കിടക്കാൻ. അതിന് ഗുഹൻ്റെ അവിടെ ഗുഹാ സംഗമം അവിടെ ചെല്ലുന്നവരെ സുമന്ത്രനാണ് തേര് കൊണ്ടുപോകുന്നത്. സുമന്ത്രനും അങ്ങനെ തേരിലേറിനാർ ഏതും അറിഞ്ഞില്ല, ആരാ പൗരജനങ്ങളൊന്നും അറിഞ്ഞില്ല. അവർ കരഞ്ഞും പറഞ്ഞിരുന്നങ്ങ് ഉറങ്ങിപ്പോയി. അത് നേരം വെളുത്താൽ പിന്നെ അവർ വിടത്തിലാണ്. അതിന് മുമ്പായിട്ട് തന്നെ ഇവർ തിരിച്ചു. ചെറ്റ അയോധ്യ അഭിമുഖം ഗമിച്ചിട്ടതാ തെറ്റെന്ന് തെക്കോട്ട് തന്നെ നടകൊണ്ട് ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റേന്നാൾ തങ്ങൾ ഉണർന്നു നോക്കുന്നേരം കണ്ടീല രാമനെയെന്ന് കരഞ്ഞ് അതികുണ്ഠിതന്മാരായ പുരംപൊക്കുമേവിനാർ. അത്രമാത്രം സങ്കടം കൊടുങ്ങാണം, കാണാൻ ഒക്കാത്ത വലിയൊരു സങ്കടമാണ്. കണ്ടിട്ട് പോകണക്കല്ല, കാണാതെ പോയാൽ അത്രമാത്രം ഖേദം ഉള്ളിക്കിടന്ന് ഹൃദയം പൊട്ടുന്ന വേദനയാണ്. അതങ്ങ് നമുക്ക് തന്നെ അറിയാം. നമ്മുടെ അമ്മയോ അച്ഛനോ അത്രമാത്രം ഇഷ്ടമുള്ളവർ നമ്മൾ പോകുമ്പോൾ നോക്കി നിൽക്കും, പക്ഷേ പോകുമ്പം കാണാതെ പോയാൽ എത്ര വിഷമമാണ് ഇപ്പോഴായാലും. അപ്പം അതുകൊണ്ട് അവർക്ക് വളരെ വളരെ അമൃതം ചൊരിയുന്ന പരമാത്മാവല്ലേ ശ്രീരാമൻ. അതുകൊണ്ട് അവർക്ക് അത്രമാത്രം വിഷമമായി. എന്നിട്ട് അവരെന്ത് ചെയ്ത് വിഷമിച്ചിട്ട് തിരിച്ച് പുരംപൊക്ക് മേവിനാർ അവരവരുടെ സ്ഥലത്തേക്ക് പോയി. സീതാസമേതനാം രാമനെ സന്തതം ചേതസ് ചിന്തിച്ച് അനുദിനം പുത്രമിത്രാദികളോട് ഇടചേർന്നു ചിത്തശുദ്ധിയ വസിച്ചിടിനാരേവരും. അങ്ങനെ സന്തോഷമായിട്ട് പുത്രമിത്രാദികളോട് ഇടചേർന്ന് ചിത്തശുദ്ധിയ വസിച്ചിടിനാരേവരും. സീതാസമേതനം രാമനെ സന്തതം ചിന്തിച്ച് എല്ലാം അവരവരുടെ വീട്ടിൽ ചെന്നിട്ട് എപ്പോഴും ഭഗവാൻ ശ്രീരാമനെ തന്നെ, സീതയെയും ലക്ഷ്മണനെയൊക്കെ ഇങ്ങനെ ശ്രീരാമനെ ചിന്തിച്ച് അവരിങ്ങനെ കഴിഞ്ഞുകൂടി. ചിത്തശുദ്ധിയ, മനസ്സിന് ശുദ്ധിയായിട്ട് തന്നെ അവർ വസിച്ചു. മംഗളദേവതാവല്ലഭൻ രാഘവൻ ഗംഗാ തടമ്പുക്ക് ജാനകിയോ തന്നോടും മംഗളസ്നാനവും ചെയ്ത് സഹാനുജം ശൃംഗിവേരെ വിദൂരെ മരുവിടിനാൻ. അങ്ങനെ അവർ പോയി, ഇവരെ കാണാതെ പോയല്ലോ. അങ്ങനെ എവിടെ ചെന്നു? ശൃംഗിവേരെ എന്നൊരു സ്ഥലത്ത് വിദൂരെ മരുവിടിനാൻ. ദാശരഥിയും വിദേഹ തനൂജയും ശിംശവാമൂലെ സുഖേന വാണിടിനാർ. അങ്ങനെ ചെന്നപ്പോൾ ഗുഹ സംഗമം, ഇനി ഗുഹനെ കണ്ടു കിട്ടുന്നതാണ്. അവിടെയാണ്
ഒരു രാത്രി അടുത്ത രാത്രി കഴിക്കുന്നത്. പിറ്റേന്ന് രാവിലെയാണ് നദി കടന്ന് അക്കരെ കയറുന്നത്. രാമ ആഗമന മഹോത്സവം എത്രയും മോദം ഉൾക്കൊണ്ട് കേട്ടു ഗുഹൻ. തഥാ ഗുഹൻ കേട്ടു ഇങ്ങനെ രാമൻ ആഗമനം വരുന്നെന്ന്. ആഗമനം വെച്ചാൽ രാമനൊക്കെ ഇങ്ങനെ വരുന്നു എന്ന് അവർ ഗുഹൻ മനസ്സിലാക്കിയിട്ട് ആമോദം ഉൾക്കൊണ്ട് കേട്ടു ഗുഹൻ. തഥാ സ്വാമിയായി ഇഷ്ടവയസ്സനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ട് വന്ദിപ്പാൻ. എന്തൊക്കെയാ ഇഷ്ടം, അതായത് കൂട്ടുകാരനാണ്, സുഹൃത്താണ്, ഒരു പ്രായക്കാരാണ്. സ്വാമിയായി ഇഷ്ടവയസ്സനായുള്ള സമപ്രായക്കാരുള്ള വയസ്സനായുള്ള രാമൻ തിരുവടിയെ കണ്ടു വന്ദിപ്പാൻ വേണ്ടി പക്വ മനസ്സോടും ഭക്തൈവ സത്വരം പക്വ ഫല മധു പുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു രാമ അഗ്രേ വിനിക്ഷിപ്യ ഭക്തൈവ ദണ്ഡ നമസ്കാരവും ചെയ്ത്. അങ്ങനെ രാമൻ ചെന്നപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരുന്ന് വന്നപ്പോൾ ഭക്തിയാ ദണ്ഡ നമസ്കാരമൊക്കെ ചെയ്ത് പെട്ടെന്ന് എഴുന്നേൽപ്പിച്ചപ്പോൾ ദണ്ഡ നമസ്കാരം വീണ് പാദത്തിൽ വീണ് വണങ്ങിയപ്പോൾ ശ്രീരാമൻ തന്നെ ഗുഹനെ പെട്ടെന്ന് തന്നെ എണീപ്പിച്ചു. ഭക്ഷസി തുഷ്ട്യ ദൃഢ അണച്ചാശ്ലേഷവും ചെയ്തു. മന്ദഹാസം പൂണ്ട് മാധുര്യപൂർവകം മന്ദേതരം കുശലപ്രശ്നവും ചെയ്തു. കഞ്ചവിലോചനൻ തൻ തിരുമേനി കണ്ട് അഞ്ജലി പൂണ്ട് ഗുഹനും ഉര ചെയ്തു. സന്തോഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമസ്കരിച്ച് തൊഴുത് സന്തോഷമായിട്ട് ഗുഹൻ പറയുന്നു, ഉര ചെയ്തു. ധന്യനായി അടിയൻ എന്നു കേവലം ഞാൻ ധന്യനായി അടിയൻ, അതായത് ഗുഹൻ. എന്താ കാരണം? ഭഗവാൻ പരമേശ്വരനല്ലേ അവിടെ ചെന്നേക്കുന്ന ഐശ്വര്യത്തോടുകൂടി അവിടെ ആ പുരങ്ങളും ഗൃഹങ്ങളെല്ലാം ശുദ്ധമാവത്തില്ലേ? ധന്യനായി അടിയനിന്നു കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം. ഒരു കാട്ടാള ജന്മക്കാരാണ്, കാട്ടാള വംശക്കാരാണ്. അതുകൊണ്ട് നൈഷാദ ജന്മവും പാവനമായി. നൈഷാദമായുള്ള രാജ്യം ഇതും ഒരു ദൂഷണഹീനം അധീനമല്ലോ തവ. കിങ്കരന അടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചു കൊള്ളുക. സന്തോഷം ഉൾക്കൊണ്ടിനി നിന്തിരുവടി സന്തതമാത്ര വസിച്ചരുളിയിടണം. ഇവിടെ സന്തോഷത്തോടെ നിന്തിരുവടി ഇവിടെ വസിക്കണം. അന്തപുരം മമ ശുദ്ധമാക്കിയിടണം. അന്തർമുത പാദപത്മ രേണുക്കളാൽ. ശ്രീരാമന്റെ പാദപത്മത്തിന്റെ പൊടികൾ കൊണ്ട് ഇവിടുത്തെ അന്തപുരമെല്ലാം ശുദ്ധമാക്കണം. ഗുഹൻ പറയുവാണ്. അന്തപുരം രണ്ടർത്ഥമുണ്ട്. ശുദ്ധമാക്കുന്നത് ഹൃദയവും കൂടാ. അന്തപുരം നമ്മുടെ ഉള്ളിൽ വേണ്ടാത്തതൊക്കെ കളഞ്ഞിട്ട് ഒരു ഭഗവാനോടൊപ്പം ചേർന്ന് ശ്രീരാമനോടൊപ്പം ചേർന്ന് ആരാ നന്നാവാത്തത്? ഹൃദയശുദ്ധിയാവാത്തത്? എല്ലാ അഴുക്കും മാലിന്യങ്ങളെല്ലാം പോകത്തില്ലേ? അതുകൊണ്ട് അന്തപുര ധർമ്മം രണ്ടർത്ഥമുണ്ട്. അദ്ദേഹത്തിൻ്റെ അന്തപുരവും പരിസരം ഭവനവും എല്ലാം തന്നെ അവിടെ അദ്ദേഹമല്ലേ അവിടുത്തെ രാജാവിൻ്റെ അധിപൻ, അദ്ദേഹത്തിൻ്റെ രാജ്യമല്ലേ. അപ്പോൾ സർവ്വതും ശുദ്ധമാകും. അതുകൊണ്ട് ഇവിടെ ഭഗവാന്റെ, അതായത് ശുദ്ധമാക്കണം ശ്രീരാമൻ. അന്തർമുത പാദപത്മ രേണുക്കളാൽ, പാദപത്മത്തിലെ പൊടികൾ കൊണ്ട് ഇവിടെ ശുദ്ധമാക്കണം. മൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ കാലേ കനിവോട് അനുഗ്രഹിക്കണമേ. അവിടെ കൊണ്ടുവച്ച് ശ്രീരാമന് വേണ്ടി ഫലമൂലങ്ങളെല്ലാം കൊണ്ടുവച്ചല്ലോ, അതൊക്കെ പരിഗ്രഹിക്കണമേ. കാലേ കനിവോട് അനുഗ്രഹിക്കണമേ. ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോട് മുക്തഹാസം പൂണ്ട് അരുൾ ചെയ്തു രാഘവൻ. കേൾക്ക നീ വാക്യം മതിയ മമ സഖേ. ഞാൻ പറയുന്ന വാക്യം നീ കേൾക്കൂ സുഹൃത്തേ. സൗഖ്യം അതിൽ പരമില്ല എനിക്ക് ഏതുമേ. നീ ഇത്രയെല്ലാം പറഞ്ഞ എനിക്ക് സന്തോഷമാണ്. അതിൽ പരം ഒന്നുമില്ല. കാരണം എല്ലാം അവിടെ താമസിക്കണം, അവരെ ശുദ്ധമാക്കണം, മൂലഫലം ഗ്രഹിക്കണം, കഴിക്കണം. ഇതെല്ലാം പറയുമ്പോൾ ഇതെല്ലാം എനിക്ക് സൗഖ്യം, അതിൽ പരം ഒന്നുമില്ല. അതെല്ലാം സന്തോഷമാണ്. അതായത് കേൾക്കുന്ന ഈ വാക്യം മതിയ മമസഖേ, എൻ്റേത്. അപ്പോൾ എൻ്റെ രാജ്യമല്ലയോ, ഇതെല്ലാം പാലിക്കാൻ ഇവിടെ കഴിയുന്നതൊക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. സൗഖ്യം അതിൽ പരമില്ല എനിക്കേതുമേ. സംവത്സരം 14 കഴിയണം. അതുവരൊന്നും പാടില്ലല്ലോ. അതാണല്ലോ വരം വാങ്ങിച്ചേക്കുന്നത്. കൈകേയി പറഞ്ഞേക്കുന്നത് എന്താ? അന്യതൊന്നും കഴിക്കാതെ ഫലമൂലങ്ങൾ കഴിച്ച് വനത്തിൽ തന്നെ കഴിയണമെന്നില്ലേ. അപ്പോൾ ഇവിടെ പറയുന്നു സംവത്സരം, അത് വർഷം 14 കഴിയണം. സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ അന്യതത്വം ഭുജിക്കുന്നതുമില്ലെന്നും മഞ്ഞേ വനവാസകാലം കഴിവോളം. 14 വർഷം കഴിയോളം വനവാസം കഴിയോളം അന്യരുടെ ആഹാരങ്ങളൊന്നും കഴിക്കണ്ട. മഞ്ഞേ വനവാസകാലം കഴിവോളം, അതായത് ഞാൻ കരുതുന്നു അങ്ങനെ എന്ന് അവിടെ ശ്രീരാമൻ ഗുഹനോട് പറഞ്ഞു. ഇപ്പം അന്യരുടെ ഒന്നും കഴിച്ചുകൂടല്ലോ. രാജ്യം മമൈത ഭവാൻ മകൾ സഹിയല്ലോ പൂജ്യനാം നീ പരിപാലിക്കുക സന്തതം. രാജ്യം എൻ്റേതല്ല ആണല്ലോ. അപ്പോൾ ഭവാൻ ഇത്, അതായത് താങ്കൾ എൻ്റെ സുഹൃത്ത് തന്നെയല്ലേ, മത്സഹിയല്ലേ. അതുകൊണ്ട് പൂജ്യനാം, എൻ്റെ പൂജ്യനായിട്ട് ഞാൻ പരിപാലിക്കുന്നു അങ്ങയെ സന്തതം. ഞാൻ പൂജിക്കുന്നു. അതുകൊണ്ട് എൻ്റെ രാജ്യമല്ലേ, അതുകൊണ്ട് ഭവാൻ എൻ്റെ സഹിയല്ലേ. കുണ്ഠഭാവം ചെറുതുണ്ടാകുകയും വേണ്ട. അങ്ങനെ ശ്രീരാമൻ പറഞ്ഞു, ശരി തന്നെ, കുണ്ഠഭാവം വേണ്ട, വിഷമിക്കണ്ട, ചെറുതുണ്ടാകുകയും
കൊണ്ടുപോകാൻ അല്പം പോലും ചെറുത് വേണ്ട, ഒട്ടും വേണ്ട. എന്താ കൊണ്ടുവരിക വടക്ഷീരമാശു നീ. അപ്പോൾ എന്തെങ്കിലും കഴിക്കാനാണല്ലോ ഇത്രയും വിഷമം കൂടെ പറഞ്ഞു, കൊണ്ടുവച്ചൊന്നും കഴിച്ചില്ലല്ലോ. അപ്പോൾ കൊണ്ടുവരിക വടക്ഷീരമാശു നീ, ഒരു വൃക്ഷത്തിൽ നിന്നെടുക്കുന്ന കറ, അതിനാണ് അവരതിന് പാലെന്ന് പറയുന്നത്. ആ കറയ്ക്കാണ്, അല്ലാതെ പശുവും പാലല്ല. വടവൃക്ഷത്തിൽ നിന്ന് അപ്പോൾ നമ്മൾ റബ്ബറും പാലെന്ന് പറയത്തില്ലേ, അത് പാലല്ലേ. അതുപോലെ അതായത് പേരാലിൻ കറ, പേരാലിൻ്റെ കറയാണ് അത്, നീ കൊണ്ടുവരൂ. തൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും, ആ വടത്തിന് ക്ഷീര പാല് കൊണ്ടുവന്നു. ലക്ഷ്മണനോട് കലർന്നു രഘുത്തമൻ ശുദ്ധവട ക്ഷീരഭൂതികളെ കൊണ്ട് ബദ്ധമായൊരു ജടാമകുടത്തോടും സോദരൻ തന്നാൽ കുശതലാദ്യങ്ങളാൽ സാധനം ആശ്രിതമായ സ്ഥൽപ്പസ്ഥലേ, അതായത് സാദരമാസ്തൃതമായ തൽപ്പസ്ഥലേ എന്തൊക്കെയാ, ഈ ദർപ്പുല്ലോ ഇലകളൊക്കെ കൊണ്ട്. അപ്പം ഇത് ഈ വടനീര് കഴിച്ചിട്ട് അവർ കിടക്കാനുള്ളതിനാണ് ലക്ഷ്മണനോട് കലർന്ന് രഘുത്തമൻ ശുദ്ധ വടക്ഷീരഭൂതികളെ കൊണ്ട് ബദ്ധമായൊരു ജഡമകുടത്തോടും സോദരൻ തന്നാൽ കുശദലാദ്യങ്ങളാൽ അത് ഇലകളും പുല്ലുകളൊക്കെ കൊണ്ടുവന്ന് വിരിച്ച് ആസ്തൃതമായ തൽപ്പസ്ഥലെ പാനീയമാത്രം ആശിച്ച് വൈദേഹിയും ജലമാത്രം സീത കഴിച്ചിട്ട് താനുമായി പള്ളിക്കുറിപ്പ് കൊണ്ടിടിനാൻ. അങ്ങനെ എന്തൊക്കെയോ വിരിച്ചു കൊടുത്ത് കിടക്കാൻ വേണ്ടി. ഈ വടക്ഷീരവും കുടിച്ച് ജലം മാത്രം ദേവിയും കുടിച്ചിട്ട് ഇങ്ങനെ തറയിൽ എന്തോ ഇലകളൊക്കെ വിരിച്ച് ദർപ്പ പോലത്തെ പുല്ലുകളോ എന്തോ പെട്ടെന്ന് തന്നെ ഒന്ന് വിരിച്ച് അവിടെ കിടക്കുന്നു. പ്രാസാദ മൂർധനി പര്യങ്കേ യഥാപുര വാസവം ചെയ്ത് ഉറങ്ങിയിടുന്നത് പോലെ. മനസ്സിന് സന്തോഷമായിട്ട് തന്നെ. എങ്ങനെയാ സന്തോഷം? അയോധ്യയിൽ മാളികയിൽ, നല്ല മാളികയല്ലേ, അവിടെ നല്ല മെത്തയും കട്ടിലൊക്കെ അല്ലേ, അവിടെ എങ്ങനെ കിടക്കുന്നത് സന്തോഷമായിട്ട്. അതുപോലെ തന്നെ ഈ ഈ ഇലകളിൽ, ഈ പത്രങ്ങൾ കൊണ്ട് വിരിച്ച ഇലകൾ കൊണ്ട് വിരിച്ച ആ പോലുള്ള തറയിൽ വിരിച്ച ആ മണ്ണിൽ തന്നെ വിരിച്ചതിനകത്ത് സന്തോഷമായിട്ട് തന്നെ കിടന്നൊക്കെ ചെയ്ത് ഉറങ്ങുന്നത് പോലെ. എവിടെ? പ്രാസാദ മൂർധനി പര്യങ്ക് യഥാപുരി, യഥാർത്ഥ സ്ഥലത്ത് വാസവം ചെയ്ത് ഉറങ്ങിയിടുന്നത് പോലെ തന്നെ ലക്ഷ്മണൻ വില്ലും അമ്പും ധരിച്ച് അന്തികയെ രക്ഷിച്ചു നിന്നു ഗുഹനോട് കൂടവേ. ലക്ഷ്മണൻ ഉറങ്ങിയില്ല. ഗുഹനും ലക്ഷ്മണനും കൂടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് വില്ലും അമ്പൊക്കെ എടുത്ത്, കാരണം വെളിയിലൊക്കെ കിടക്കുമല്ലേ, സൂക്ഷിക്കണ്ടേ, പിതാവും മാതാവായിട്ട് നിൽക്കുകയല്ലേ, ലക്ഷ്മണൻ മകനായിട്ട് നിൽക്കുകയല്ലേ, അതുകൊണ്ട് അവരെ പാലിക്കാനും പോറ്റാനും ആണല്ലോ കൂടെ തിരിച്ചത് ലക്ഷ്മണൻ. ലക്ഷ്മീപതിയായ രാഘവ സ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലേ കിടക്കുന്നത് കണ്ട് അതിദുഃഖം കലർന്നു ബാഷ്പാകുലനായി ഗുഹൻ. കണ്ണുനീരോടുകൂടി ഗുഹൻ ഇങ്ങനെ വൃക്ഷമൂലേ ദേവിയും ശ്രീരാമനും കിടക്കുന്നുണ്ടപ്പോൾ ബാഷ്പാകുലനായി ഗുഹൻ ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങി. ഞാൻ എന്താ പറയുന്നത്? പുഷ്കര നേത്രനെ കണ്ടില്ലയോ സഖേ, പർണതൽപേ ഭൂമി ദാരുമൂലേ കിടന്നർണോജ നേത്രന് ഉറങ്ങുമാറായതു. അതായത് ഈ പർണതൽപേ, ഇങ്ങനെയൊക്കെ വിരിച്ച ഇലകളെ കൊണ്ട് വിരിച്ച ഭൂമി ആ ഭൂമിയിൽ വൃക്ഷമൂലേ കിടന്ന് അർണോജ നേത്രന് ഉറങ്ങുമാറായതു. സ്വർണതൽപേ ഭവനോ ഉത്തമേ സൽപുരേ പുണ്യപുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറിപ്പ് കൊള്ളും മുന്നമിന്നിഹ. മുമ്പ് ഇങ്ങനെ ആയിരുന്നു, സ്വർണ്ണ തൽപ്പത്തിലും ഭവനോ ഉത്തമീ സൽപുരി, നല്ല ഉത്തമമായിരിക്കുന്ന ഭവനത്തിൽ പുണ്യപുരുഷൻ ജാനകിയോടൊപ്പം ഉറങ്ങുന്നതല്ലേ മുന്നേ, ഇന്നലെ വരെ. ഇന്നിപ്പോൾ കണ്ടില്ലേ ലക്ഷ്മണ ഇങ്ങനെ കിടക്കുന്നത്? അത് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം കരയുവാണ്. പല്ലവ പല്യങ്ക സീമിനി വനാന്തരേ ശ്രീരാമദേവന് ദുഃഖമുണ്ടാക്കുവാൻ കാരണഭൂതയായി വന്നിത് കൈകേയി. ഗുഹൻ പറയുന്നു, ഇത്രയെല്ലാം ഇങ്ങനെ വരുത്താൻ ഈ കൈകേയി ആണല്ലോ കാരണക്കാരി എന്ന് പറഞ്ഞു ലക്ഷ്മണനോട്. മന്ധര ചിത്തം ആസ്തായ കൈകേയി താൻ. മന്ധരയുടെ ചിത്തം ഉള്ളത് പറഞ്ഞു കൊടുത്ത് ആസ്തായ കൈകേയിയോട് പറഞ്ഞു. മന്ധരയാണല്ലോ ഇതൊക്കെ പറഞ്ഞു കൊടുത്തത്. അത് കേട്ടുകൊണ്ട് കൈകേയി താൻ ഹന്ത മഹാപാപം ആചരിച്ചാളല്ലോ. മനസ്സിൽ കൊണ്ട് പറഞ്ഞത് മന്ധര തന്നെ, എല്ലാം പറഞ്ഞു കൊടുത്ത്. പക്ഷെ അത് ആചരിച്ചത് ആരാണ്? കൈകേയല്ലേ. അത് മഹാപാപം ആചരിച്ചാളല്ലോ. ശ്രുത്വാ ഗുഹോക്തികൾ ഇത്തമാഹന്ത സൗമത്രിയും സത്തരം ഉത്തരം ചൊല്ലിനാൻ. ഇത് കേട്ട് കേട്ട് ആരാ? ഈ ഗുഹൻ പറഞ്ഞ കാര്യങ്ങൾ ആര് കേൾക്കുന്നു? ലക്ഷ്മണനോടാണല്ലോ പറഞ്ഞു. ലക്ഷ്മണൻ അത് കേട്ടിട്ട് പറയുന്നു, ശ്രുത്വാ ഗുഹോക്തികൾ ഇത്തം ആഹന്ത സൗമത്രിയും സത്തരം ഉത്തരം ചൊല്ലിനാൻ. അതിനെ കേട്ടിട്ട് സൗമത്രി ഉത്തരം പറയുന്നു ലക്ഷ്മണൻ. ഭദ്രമതേ ശൃണു മത് വചനം, രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം. ഭദ്രമതേ, അതായത് ഗുഹനോട് വിളിക്കുക, ഭദ്രമതേ ശൃണു ഈ മത് വചനം, ഈ വചനങ്ങൾ
കേൾക്കുന്നത് ഇത് പറയുന്നത് ഈ കേട്ടത് പറയുന്നതെന്നും വേണ്ട. രാമഭദ്രനാമം ജപിച്ചിടുക സന്ത. എപ്പോഴും ശ്രീരാമനാമം ജപിക്കൂ. ഇങ്ങനെ ശ്രീരാമൻ തലേന്ന് ആ രാത്രി തിരിച്ചു വരുന്ന ആ തലേ രാത്രി ശ്രീരാമൻ ലക്ഷ്മണന് വേണ്ട ഉപദേശങ്ങളെല്ലാം കൊടുത്ത് നമ്മൾ വായിച്ചതാണ്. അതെല്ലാം കേട്ടപ്പോൾ ശ്രീരാമൻ ആരാണെന്നും എന്താണെന്നും ലക്ഷ്മണൻ മനസ്സിലാക്കി. അപ്പോൾ ഇത് കൈകേയിയുടെ കുറ്റമാണോ? അല്ല, ആരുടെയും കുറ്റമല്ല. ഇങ്ങനെ വരണം, എന്നാലേ ശ്രീരാമൻ അവതരിച്ചതിന് ലക്ഷ്യം നേടാൻ പറ്റത്തുള്ളൂ എന്നറിയാം. അതുകൊണ്ട് ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് പറഞ്ഞ് സന്തതം എപ്പോഴും ശ്രീരാമനാമം ജപിക്കൂ എന്ന് ഈ ഗുഹനോട് ലക്ഷ്മണൻ അരുളി. കാരണം എന്തിനാ വേണ്ടത് പാപം വലിച്ചു വെക്കുന്നത്? ഇത് പറഞ്ഞ പാപമല്ലേ അങ്ങനെ മറ്റുള്ള കുറ്റം പറയുന്നത്? അങ്ങനെ ഭദ്രമതേ ശൃണു മധുവചനം രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം. കസ്യ ദുഃഖസ്യ കോ ഹേതുർ ജഗത്രയേ. കസ്യ ദുഃഖസ്യ, അതായത് ത്രിലോകത്തിലും ഒരാളുടെ ദുഃഖത്തിന് മറ്റൊരാൾ കാരണമാകുന്നില്ല. അതുപോലെ തന്നെ സുഖത്തിനും അതുപോലെ തന്നെയാ. കസ്യ ദുഃഖസ്യ കോ ഹേതുർ ജഗത്രയേ കസ്യ സുഖസ്യ വാ കോപി ഹേതു സഹേ. ആരും ഒരു ദുഃഖത്തിനും മറ്റൊരാൾ കാരണമാകുന്നില്ല, ആരുടെയെങ്കിലും സുഖത്തിനും മറ്റൊരാൾ കാരണമാകുന്നില്ല. ആവുന്നുണ്ടോ? നമുക്കുള്ള സുഖമോ ദുഃഖമോ നമ്മൾ ചില കർമ്മത്തിൻ്റെ ഫലമാണ് ആരും അനുഭവിക്കുന്നത്. ഞാനായിട്ട് മറ്റൊരാൾക്ക് ദുഃഖം കൊടുക്കാനും പറ്റത്തില്ല, സുഖം കൊടുക്കാനും പറ്റത്തില്ല. അതുപോലെ മറ്റൊരാൾക്കുള്ള എനിക്കൊട്ട് കിട്ടത്തുമില്ല, ഒട്ട് തരാൻ അവർക്കത് സാധ്യമല്ല. അവരുടെ കർമ്മഫലം അതിൽ ആ വന്ന ദേഹത്തിൽ തന്നെ അനുഭവിക്കാനുള്ളത്, അത് വേറൊരാൾ അനുഭവിക്കാനുള്ള കർമ്മം അല്ല. അതുകൊണ്ട് ആർക്കും അത് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അതങ്ങനെ സംഭവിക്കുന്നത്. അത് നമ്മൾ ചില കർമ്മഫലം നമുക്കൊരിടത്ത് കൊടുക്കുന്നൊരു കാര്യമല്ല. അത് മനസ്സുകൊണ്ട് കൊടുക്കാൻ സ്ഥലം അത് അങ്ങോട്ട് ചെല്ലത്തില്ല. അവരുടെ കർമ്മഫലം അവരനുഭവിക്കുന്നത്, നമ്മുടെ കർമ്മഫലം നമ്മൾ അനുഭവിക്കുന്നത്. അതിന് തന്നെ ഇങ്ങനെ കൈകേയി കുറ്റം ഇവരെ ചെയ്തെന്ന് പറയാൻ പറ്റുമോ? ശ്രീരാമൻ എന്താ വന്നത്, എന്തിനാ, എവിടുന്ന് വന്നു, എങ്ങനെ വന്നു, എന്തിനു വേണ്ടി വന്നു, അത് കൈകേയിക്ക് മാറ്റാനോ അത് നിവർത്തിക്കാനോ ഒന്നും പറ്റുന്നതല്ല. അതുകൊണ്ട് ഇവിടെ ലക്ഷ്മണൻ ഗുഹന് ഉപദേശമായി കൊടുക്കുന്നു. കസ്യ ദുഃഖസ്യ കോ ഹേതുർ ജഗത്രയേ കസ്യ സുഖസ്യ വാ കോപി ഹേതു സഹേ. പൂർവ്വജന്മാർജിത കർമ്മം അത്രേ ഭൂവി സർവ്വലോകർക്കും സുഖദുഃഖ കാരണം. നമുക്കുള്ള കഴിഞ്ഞ എത്രയോ ജന്മങ്ങൾ കൊണ്ട് ഇങ്ങനെ പെരുക്കി വെച്ചേക്കുക. കഴിഞ്ഞ ജന്മത്തേത് ചിലപ്പം തീർക്കാൻ പറ്റില്ല, അതിൻ്റെ ബാക്കി പിന്നും കിടക്കും. ഇങ്ങനെ കിടന്ന് കർമ്മഫലം അനുഭവം സുഖമായാലും ദുഃഖമായാലും ചിലപ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട്, എന്താ ചിലർക്ക് ഒരു ദുഃഖവും ഇല്ലല്ലോ എന്ന്. അവർ കഴിഞ്ഞ ജന്മം അനുഭവിക്കാൻ കിടന്ന ബാക്കി സുഖം കിട്ടാതാണ്ട് മരിച്ചു പോകും. ആ സുഖം അനുഭവിക്കാതായിരിക്കും പിറ്റേ ജന്മം ജനിച്ചു. അപ്പോൾ അവർക്ക് സുഖമല്ലേ അനുഭവിക്കാൻ പറ്റൂ, ദുഃഖം അനുഭവിക്കാൻ പറ്റുമോ? ഇപ്പം ഞാൻ ഈ ജന്മം മൊത്തവും സുഖങ്ങൾക്ക് വേണ്ടി ചെയ്തു വെച്ചു. ഞാൻ ഇതിനിടയ്ക്ക് കൂടെ എൻ്റെ ആയുസറ്റ് മരിച്ചുപോയി. അതിൻ്റെ ഫലം ഞാൻ ആഗ്രഹിച്ചാണ് ചെയ്തെങ്കിൽ എനിക്കത് വേണ്ടേ, സുഖം വേണ്ടേ? അപ്പോൾ വരുന്ന ജന്മങ്ങളിൽ എനിക്ക് സുഖമേ കാണൂ. ഞാൻ സുഖത്തിന് വേണ്ടിയേ ചെയ്തു, ഞാൻ ദുഷ്കർമ്മം ചെയ്ത് കാണത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് വരും ജന്മങ്ങളിൽ ദുഃഖവും വരാം, സുഖവും വരാം. നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ അനുഭവമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിവിടെ ഗുഹന് ലക്ഷ്മണൻ പറഞ്ഞു കൊടുക്കുന്നു. ദുഃഖസുഖങ്ങൾ ദാനം ചെയ്യുവതിന് ആരും ഉൾക്കാമ്പിൽ ഓർത്ത് കണ്ടാലില്ല നിർണയം. ഏകൻ മമ സുഖദാത ജഗതി മറ്റേകൻ മമ ദുഃഖദാത വിധി. വൃഥ തോന്നുന്നത് അജ്ഞാന ബുദ്ധികൾക്ക് എപ്പോഴും. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത് അജ്ഞാനം കൊണ്ടാണ്. അത് ഗുഹൻ്റെ മനസ്സിൽ യഥാർത്ഥ ജ്ഞാനം കിട്ടാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. തോന്നുകയില്ല ബുധന്മാർക്ക് അതേതുമേ. എന്നാൽ ബുധന്മാർക്ക് തോന്നുമോ? ബുധൻ എന്ന് വെച്ചാൽ ആരാണ്? ആത്മീയമായ വിദ്യ ഉള്ളവൻ ബുധൻ, വിദ്വാൻ. അവർക്ക് അത് തോന്നുകയില്ല. എന്താ കാരണം? അവരിതെല്ലാം അറിഞ്ഞവരാണ്. അറിഞ്ഞവർക്ക് ഇത് കൈകൈ കുറ്റം ചെയ്തെന്ന് തോന്നത്തില്ല. കാരണം യഥാർത്ഥ ഒരു ബുധൻ അറിയാം, ഒരു ജ്ഞാനിക്ക് അറിയാം, ആരും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഇല അനങ്ങണമെങ്കിലും ഈശ്വരൻ വിചാരിച്ചു നോക്കൂ, നമ്മുടെ കർമ്മഫലം വേറെ ആർക്കും മാറ്റാനൊക്കില്ല. ഈശ്വരന് പോലും നമ്മുടെ കർമ്മഫലം മാറ്റാൻ പറ്റത്തില്ല. എന്താ കാരണം? നമുക്ക് വേണ്ടതായിട്ട് നമ്മൾ ചെയ്തു വെച്ച കർമ്മം അത് മാറ്റുന്നത് വിധാതാവിന് പോലും പറ്റത്തില്ല. നമ്മുടെ കർമ്മമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അത് ആർക്കും മാറ്റാൻ പറ്റുകയില്ല, ആർക്കും കൊടുക്കാനും പറ്റുകയില്ല. അതുകൊണ്ട് ബുധന്മാർക്ക് തോന്നുകയില്ല. ഞാൻ ഇതിന് കർത്താവെന്ന് തോന്നുന്നു. ലക്ഷ്മണൻ ഇതൊക്കെ പറഞ്ഞെടുത്തപ്പം കർത്താവായിട്ട് നിന്നാണല്ലോ ഇതിത്രയും ഒരാൾക്ക് കൊടുക്കുന്നത്. അപ്പം ഗുഹൻ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയുള്ള സമയത്ത് പോലും വേണ്ടുന്ന സമയത്തല്ലേ, പിന്നെ ഒരു സമയത്ത് ഗുഹൻ ഇത് കൊടുക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഗുഹൻ ഇത് മേടിക്കാൻ വേണ്ടി കർമ്മം അയാളും ചെയ്തു വെച്ചു. അതുകൊണ്ടാണ് ലക്ഷ്മണൻ ഈ ഉപദേശം അദ്ദേഹത്തിന് കൊടുക്കാനിടയായതുപോലും. മാനസതാരിൽ വൃഥ അഭിമാനേന കേൾ ലോകം നിജകർമ്മ സൂത്ര ബന്ധം സഹേ. മാനസതാരിൽ അഭിമാനമൊക്കെ മാറ്റിയിട്ട് ഇത് കേൾക്കൂ. അഭിമാനം പാടില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങൾ കേൾക്കൂ.
ലോകം നിജ കർമ്മസൂത്ര ബന്ധം സഖി. കർമ്മസൂത്രമായിട്ട് നമ്മുടെ ഈ നമ്മൾക്ക് എന്തെല്ലാം ഭോഗങ്ങൾക്കാണല്ലോ ശരീരത്തിനാണല്ലോ ഈ കർമ്മങ്ങളെല്ലാം വേണ്ടി വരുന്നത്. അപ്പം നമ്മളിങ്ങനെ സുഖവും ദുഃഖവും ഇങ്ങനെ ഒരു ഒരു ചരടിൽ കോർത്തതുപോലെ ഓരോന്നും കോർത്തിട്ടേക്കുക. ഇന്ന് ചെയ്യുന്ന പാപവും ഞാൻ കോർത്തിടുന്നു, അടുത്ത സമയം മറ്റെന്താ പുണ്യമാണ് അതും ഇങ്ങനെ കോർത്തിട്ടേക്കും ഒരു മാല പോലെ നമ്മുടെ അനുഭവങ്ങളും ആ കർമ്മഫലം. അതുകൊണ്ട് ലോകം നിജ കർമ്മസൂത്ര ബന്ധം സഖി. ഭോഗങ്ങളും നിജ കർമാനുസാരികൾ. ഈ നമ്മൾ ചെയ്യുന്നതല്ല ഈ ഭോഗങ്ങൾക്ക് വേണ്ടിയാണ്, നമുക്ക് ശരീരത്തിൻ്റെ ഭോഗസുഖത്തിന് വേണ്ടിയാണല്ലോ കർമ്മം ചെയ്യുന്നത്, എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടി. അതിൽ ഗുണവും ദോഷവും ആയി പോകുന്നു. അതാണ് മിത്ര അരു ദാസീന ബാന്ധവ ദ്വേഷ മധ്യസ്ഥ സുഹൃജന ഭേദബുദ്ധി ഭ്രമം ചിത്തമത്രേ നിരൂപിച്ച സ്വകർമ്മങ്ങൾ എത്ര വിഭാവ്യതേ തത്ര യഥാ തഥാ. അതായത് എവിടെ സങ്കല്പിക്കപ്പെടുന്നു അവിടെ അപ്രകാരം ആയിത്തീരുന്നു. നമുക്കിപ്പോൾ എന്താണ് നമ്മുടെ മനസ്സിൻ്റെ ഇംഗിതം, അത് അങ്ങനെ ആയിത്തീരുവാണ് ശരി. നമ്മൾ തന്നെ തീർക്കുന്നതൊരു കാര്യം അതല്ലേ ഭരതൻ്റെ കഥ നമ്മൾ വായിച്ചിട്ടില്ലേ? മാനിനെ എടുത്ത് സ്നേഹിച്ച ശേഷം അവസരം മാനായി വന്നത്. അത് നമ്മൾ ഭാവിച്ച് ജീവിക്കുന്നത് അതായിത്തീരുകയാണ്. നമ്മൾ തന്നെ അതാണ് എവിടെ സങ്കല്പിക്കപ്പെടുന്നു അവിടെ അപ്രകാരമായിത്തീരുന്നു. നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കുന്ന, നമ്മൾ ഭാവന ചെയ്യുന്നതാണ് ഇതല്ല. നമ്മുടെ ഭാവന പോലെയാണ് പിന്നൊരു ജന്മം നമ്മൾ വരുത്തുന്നത്. അതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ സങ്കല്പങ്ങൾ തന്നെയല്ല, മറ്റൊരാളൊന്നും ചെയ്യുന്നതല്ല എന്നിവിടെ ലക്ഷ്മണൻ പറഞ്ഞു കൊടുക്കുന്നു. മിത്രവും ശത്രുവും ദാസീന ബാന്ധ അത് ബന്ധുക്കൾ, ദ്വേഷം, മധ്യസ്ഥ സുഹൃജന ഭേദബുദ്ധി ഭ്രമം. ഇതെല്ലാം ഭേദങ്ങളും ബുദ്ധിഭ്രമം കൊണ്ടാണ്. ഇതെല്ലാം ഭേദം, അതായത് നമ്മുടെ ബുദ്ധിഭ്രമം കൊണ്ടാണ്. ചിത്തമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ എത്ര വിഭാവ്യതേ തത്ര യഥാ തഥാ. ദുഃഖസുഖം നിജ കർമ്മവശകതം ഒക്കെയോ എന്ന് ഉൾക്കാമ്പ് കൊണ്ട് നിനച്ചതിൽ, ദുഃഖസുഖം നിജ കർമ്മവശകതം ഒക്കെ എന്ന് ഉൾക്കാമ്പ് കൊണ്ട് നിനച്ചതിൽ യദ്യദാഗതം തത്ര കാലാന്തരെ, യദ്യദാഗതം തത്ര കാലാന്തരെ. അതായത് വരുന്നതെല്ലാം നമ്മൾ അനുഭവിക്കുക, പൂജിക്കുക. നമ്മൾ ആർക്കും ഒന്നും ദോഷം ചെയ്യത്തുമില്ല, മറ്റൊരാളുടെ ദോഷമൊന്നും നമുക്കിട്ട് തരത്തുമില്ല. അതൊന്നും സാധ്യമല്ലാത്ത കാര്യം. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മഫലത്തിനാണ് അതാണ് യദ്യദാഗതം തത്ര കാലാന്തരേ തത്തൽ. പൂജിച്ച് അതിസ്വസ്ഥനായി വാഴണം. സുഖം വന്നാലും ദുഃഖം വന്നാലും നമ്മൾ തന്നെ അത് പൂജിക്കണം, നമ്മളത് കഴിക്കണം. നന്മ ആണെങ്കിൽ നമുക്ക് പറഞ്ഞേക്കുന്ന നമ്മുടെ കർമ്മം അത് നമ്മൾ കഴിക്കണം. തിന്മയാണ് നമുക്കെങ്കിൽ അത് നമ്മൾ സന്തോഷമായിട്ട് അതിനെ ആരും വാങ്ങിക്കത്തില്ല, നമ്മൾ തന്നെ അനുഭവിക്കണം. അതുകൊണ്ട് സ്വസ്ഥനായി പൂജിച്ചുകൊണ്ട് വാഴുക. ഭോഗത്തിനായിക്കൊണ്ട് കാമിക്കുകയും വേണ്ട, ഭോഗം വിധികൃതം വർദ്ധിക്കുകയും വേണ്ട. നമ്മൾ ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് വരും? ഒരു കർമ്മത്തിനെയും ഫലം അനുഭവിക്കേണ്ടി വരത്തില്ല. ഗുണമായാലും ദോഷമായാലും, ഗുണവും വേണ്ട ദോഷവും വേണ്ട. ഗുണം ആഗ്രഹിച്ചാൽ ചെയ്യുന്ന ദോഷത്തിനെയും ഫലം കിട്ടും. അതുകൊണ്ട് രണ്ടും നമുക്ക് വേണ്ടെങ്കിൽ ഭോഗത്തിനായിക്കൊണ്ട് കാമിക്കുകയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കുകയും വേണ്ട. നമുക്ക് വന്ന് ചേരുന്നത് നമ്മൾ ആഗ്രഹിക്കാതെ വരുന്നതാണ്. ഇപ്പോൾ ഞാൻ വിളിക്കുന്നത് എൻ്റെ മുമ്പിൽ കുറച്ച് പാത്രവും കുറച്ച് ആഹാരങ്ങൾ വന്നു നിന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ല. പക്ഷേ അത് എനിക്ക് എൻ്റെ മുമ്പിൽ ഈശ്വരൻ തന്നു, നമ്മൾക്ക് വർജിക്കേണ്ട, അത് വേണ്ടാന്ന് വെച്ചേക്കേണ്ട കാര്യമില്ല. അത് നമ്മൾ കഴിക്കുക. നമ്മൾ ആഗ്രഹിച്ച് കൊണ്ടുവന്നതല്ലല്ലോ, ആരോ സന്തോഷമായിട്ട് കൊണ്ടു തന്നു, നമ്മൾ കഴിക്കുന്നു. അതുപോലെ അന്നന്ന് കണ്ടതിനെ വാഴ്ത്തുന്ന മാമുനികൾ ആഗ്രഹിച്ചല്ല ഇതെല്ലാം വരേണ്ടതുപോലെ വരിക, അനുഭവിക്കുക. വ്യർത്ഥമോർത്തോളം വിഷാദ ഹർഷാദികൾ ചിത്തേ ശുഭ അശ്വകർമ്മ ഫലോദയെ മത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ട് നിത്യ ഉൽപ്പന്നം വിധി വിഹിതം സഹേ. സൗഖ്യ ദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ല അസുരന്മാരാലും ലോകേ സുഖാനന്തരം ദുഃഖമായി വരും ആകുലമില്ല ദുഃഖാനന്തരം സുഖവും. അതായത് രാത്രിക്ക് പകലെന്ന പോലെ സുഖവും ദുഃഖവും വന്നുകൊണ്ടേയിരിക്കും, പോയി വന്ന് നിൽക്കും. നൂനം ദിനരാത്രി പോലെ ഗതാഗതം മാനസേ ചിന്തിക്കൽ അത്രയുമല്ലടോ. ഗതാഗതം എങ്ങനെയാ? അങ്ങോട്ട് നമ്മളൊരു വഴി നടന്ന് അങ്ങോട്ട് പോയാൽ തിരിച്ചു വരണ്ടേ? അപ്പോൾ അങ്ങോട്ടും പോയാൽ പിന്നെ ഇങ്ങോട്ട് വന്നേ പറ്റൂ. അതുപോലെ ദുഃഖം വന്നാൽ അത് സുഖം വന്നേ പറ്റൂ. ഇന്നിപ്പം പകലിങ്ങോട്ട് വന്നു, അടുത്ത രാത്രി വന്നേ പറ്റൂ. അപ്പോൾ രാത്രിയില്ലാതെ പകൽ മാത്രം നിൽക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ ഇതെല്ലാം ഉള്ളതാ ലോകത്ത് ഗതാഗതം. അത് ഒരു വഴി ആണെങ്കിൽ അങ്ങോട്ട് പോയാൽ തിരിച്ചു വരാതെ പോകുന്ന വഴിക്ക് അങ്ങ് പോയാൽ എങ്ങോട്ടെങ്കിലേ പോകാൻ പറ്റൂ, നമുക്ക് തിരിച്ചു വരണ്ടേ? അതുപോലാണ് ഇതെല്ലാം. ദുഃഖമധ്യേ സുഖമായും വരും, പിന്നെ ദുഃഖം സുഖമധ്യ സംസ്ഥമായും വരും. രണ്ടും അന്യോന്യം സംയുക്തമായ ഏവനുമുണ്ട് ജലപങ്കം എന്ന പോലെ സഖേ. സുഹൃത്തേ, ഇത് ജലത്തിലെ ചെളി പോലെ, പങ്കം ചെളി പോലെ തന്നെയാണ്. സുഖവും ദുഃഖവും എല്ലാവർക്കും ഉള്ളതാണ്.
ചിലപ്പോൾ ദുഃഖത്തിന് ഇടയ്ക്ക് അല്പസമയം ഒരു സുഖം വന്നാലുമായി, അതുപോലെ നല്ല സുഖമായിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ചിലപ്പോൾ ഒരു ഇച്ചിരി ദുഃഖം വന്നാലും അങ്ങനെയും സംഭവിക്കുന്നുണ്ട്. ആകയാൽ ധൈര്യേണ വിദ്വജന ഹൃദി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു. ഇഷ്ടമായുള്ളത് തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തത് തന്നെ വരുമ്പോഴും തുഷ്ടാത്മന മരുവുന്നു ബുധജനം. നമുക്ക് ഇഷ്ടമുള്ളതായാലും ഇഷ്ടക്കേടായാലും നമ്മൾ ബുധന്മാർ വിദ്വാൻമാർ എന്ത് ചെയ്യുന്നു? എല്ലാം സന്തോഷത്തോടെ തുഷ്ടാത്മന, ദുഃഖവും സുഖവും ഒരുപോലെ കാണുന്നു. ഒന്നുകിൽ സന്തോഷം, രണ്ടിലും സന്തോഷം, അതല്ലെങ്കിൽ രണ്ടും ഒരുപോലെ സമമായിട്ട് കാണുന്നു. ഒന്നിലും ദുഃഖവുമില്ല, സുഖം വന്നാൽ സുഖവുമില്ല, തുഷ്ടിയില്ല, ദുഃഖം വന്നാൽ ദുഃഖവുമില്ല, അങ്ങനെയും കാണാം. നമുക്ക് സുഖം വന്നാൽ എന്തെന്ന് നമ്മൾ അറിയുന്നില്ല, ദുഃഖം വന്നാൽ ഒന്നും അറിയത്തില്ല. ഇവിടെ ഇപ്പോൾ എന്താ അനുഭവം? ദുഃഖം സുഖം വന്നാൽ അതും അറിയത്തില്ല. അതല്ലെങ്കിൽ ദുഃഖത്തിലും സുഖത്തിലും തുഷ്ടിയായിരിക്കുക, സന്തോഷമായിരിക്കുക. ദൃഷ്ടമല്ല മഹാമായേതി ഭാവനാൽ, ഇതെല്ലാം മഹാമായേതി ഭാവനാൽ, ഇതെല്ലാം ഈ മായയുടെ കളിയാണ്. അതുകൊണ്ട് ഈ ദൃഷ്ടമെല്ലാം നമ്മൾ കാണുന്നതെല്ലാം മായ. ഇത്തം ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താന്ത ഭേദം പറഞ്ഞു നിൽക്കുന്നേരം മിത്രൻ ഉദിച്ചിതു. സത്വരൻ രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്ത് അരുളി ചെയ്തു. അങ്ങനെ അവർ കിടന്ന് ഉറങ്ങി വൃക്ഷമൂലയിൽ കിടന്ന് ഉറങ്ങിയപ്പോൾ ഗുഹനും ലക്ഷ്മണനോട് പറഞ്ഞ കാര്യങ്ങൾ അപ്പോഴേ നേരം ഉദിച്ചു. നിത്യകർമ്മങ്ങളൊക്കെ ശ്രീരാമൻ ചെയ്ത് തോണി വരുത്തുക എന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ട് വന്നാശു വണങ്ങിയാൻ. നല്ല വള്ളത്തിൽ പോകണ്ടേ. അങ്ങനെ സ്വാമി നിയം ദ്രോണിക സമാരുഹ്യ താം സൗമിത്രണ ജനകാത്മജയ സമം. തോണി തുഴയുന്നത് അടിയൻ തന്നെ, മാനവവീര മമ പ്രാണവല്ലഭ, ഞാൻ തന്നെ തോണിൽ സ്വാമിയും എല്ലാവരും കയറുക, ഞാൻ തന്നെ തോണി തുഴയാം, ഗുഹൻ പറഞ്ഞു. ശൃംഗിവേരാധിപൻ വാക്കുകേട്ട് അന്നേരം മംഗളദേവതയാകിയ സീതയെ കയ്യും പിടിച്ചു കരേറ്റി. ഗുഹനുടെ കയ്യും പിടിച്ച് താനും കരേറിടിനാൻ. ശ്രീരാമൻ സീതയെ പിടിച്ച് കയറ്റിട്ട് ഗുഹന്റെ കയ്യിൽ പിടിച്ച് ശ്രീരാമനും കയറി. ആയുധമെല്ലാം എടുത്ത് സൗമിത്രിയും ആയുധമായൊരു തോണി കരേറിനാൻ. ആയുധമായൊരു തോണിയാണ്, നല്ലൊരു തോണിയാണ്. അതിനകത്ത് ആയുധം, വില്ലു ഒക്കെ വേണമല്ലോ, അതൊക്കെ ലക്ഷ്മണനാണല്ലോ ചുമക്കുന്നത്. അദ്ദേഹം അതെല്ലാം എടുത്തുകൊണ്ട് കയറി. ജ്ഞാതിവർഗത്തോടു കൂടെ ഗുഹൻ പരമാദരവോട് വഹിച്ചത് തോണിയും. ബന്ധുക്കളോട് കൂടി, ഒരു ബന്ധുക്കളാണല്ലോ, അങ്ങനെ കയറി ഗുഹനും. വർഗത്തോടു കൂടി ഗുഹൻ പരമാദരവോട് വഹിച്ചത് തോണിയും. മംഗലാപാങ്കിയാം ജാനകി ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൾ. ഗംഗയാണല്ലോ നദി. ഗംഗ ആരാ? പരമശിവൻ തലയിലിരിക്കുന്നതല്ലേ അത്. ഗംഗേ ഭഗവതി ദേവി നമോസ്തുതേ. സംഗേന ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതി നമോസ്തുതേ. അതായത് ഹൈമവതി ആരാ? പാർവതപുത്രി ആണ്. പാർവതപുത്രി പാർവതി. ഗംഗ ഭഗവാൻ തലയിലിരിക്കുന്ന ഗംഗ. അപ്പോൾ ഗംഗേ ഭഗവതി ദേവി നമോസ്തുതേ. സംഘേന ശംഭു. അപ്പോൾ സംഘമായിട്ട് ചേർന്ന് ഒട്ടിയിരിക്കുകയല്ലേ ഗംഗ. സംഘം അതാ അങ്ങനെ ഒട്ടിയിരിക്കുക എന്നുവെച്ചാൽ മാറുമല്ല, ചേർന്നിരിക്കുക. സംഘം നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് ഒന്നിലും സംഘം വേണ്ടാന്ന്. ഈ ലോകചിന്തയിൽ സംഘം വേണ്ട, പക്ഷെ ഭഗവാനുമായിട്ട് ഗംഗ ഇരിക്കുന്ന പോലെ സംഘം വേണം. നമ്മൾ പരമാത്മാവിൽ ചേർന്നിരിക്കണം. അങ്ങനെ സംഘേന ശംഭു, അതായത് പരമേശ്വരൻ്റെ മൗലിയിൽ തലയിൽ വാടുന്ന സുന്ദരി ഹൈമവതി നമോസ്തുതേ. നമസ്തേ നമോ. മന്ദാകിനി ദേവി ഗംഗേ നമോസ്തുതേ. ഇത് സീത പ്രാർത്ഥിക്കുക വള്ളത്തിൽ കയറിയപ്പോൾ ഗംഗാനദിയിൽ. ഞങ്ങൾ വനവാസവും കഴിഞ്ഞ് ആദരാൽ ഇങ്ങു വന്നാൽ ബലിപൂജകൾ നൽകുവൻ. രക്ഷിച്ചുകൊള്ളുക നീ ആപത്ത് കൂടാതെ. ദശാരി വല്ലഭേ ഗംഗേ നമോസ്തുതേ. ഇത്തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്തരം പാരകൂലം ഗമിച്ചിടിനാർ. മറുകര കടന്ന്, അത് പാരകൂലം, അക്കരെ ചെന്ന് പ്രാർത്ഥിച്ചിരുന്നിരുന്ന് അവര് കരയ്ക്കടുത്ത്. തോണിയിൽ നിന്ന് താഴത്തിറങ്ങി ഗുഹൻ താണു തൊഴുത് അപേക്ഷിച്ചാൻ മനോഗതം. കൂടെ വിടകൊള്ളുവതിന് അടിയന് ഒരാടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം. പ്രാണങ്ങളെ കളഞ്ഞിടുവാൻ അല്ലാകിൽ ഏണാംഗ ബിംബാനനാൽ ജഗദീപതേ. നൈഷാദവാക്യങ്ങൾ കേട്ടു മനസ്സി സന്തോഷണ രാഘവനെ അരുൾ ചെയ്തു. സത്യം 14 സംവത്സരം വിപിനത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ. 14 വർഷം വനത്തിൽ, വനത്തിൽ വസിച്ചിട്ട് പെട്ടെന്ന് തന്നെ വരുവൻ. പിന്നെ അയാളോട് പറഞ്ഞു, ഗുഹനോട്, ചിത്തവിഷാദം ഒഴിഞ്ഞു വാണിടു നീ. സത്യവിരോധം വരാ രാമഭാഷിതം. ഇത്തരം ഓരോ വിധം അരുളി ചെയ്തു. ചിത്തമോദേന ഗാഠ ആശ്ലേഷവും ചെയ്തു. ഭക്തനെ പോകന്ന് അയച്ചു രഘുത്തമൻ ഭക്തിയാ നമസ്കരിച്ച് അഞ്ജലിയും ചെയ്തു. മന്ദമന്ദം തോണിമേലെ ഗുഹൻ വീണ്ടും മന്ദിരം ബുക്ക് ചിന്തിച്ചു മരുവിനാൻ. വീണ്ടും അദ്ദേഹത്തിന്റെ മന്ദിരത്തിൽ വന്നിട്ട് ഈ ശ്രീരാമനെയൊക്കെ ഇങ്ങനെ ഓർത്തോർത്ത് ചിന്തിച്ച് കഴിയുന്നു. കാരണം കുറച്ച് നാളത്ത് ഓർക്കാനുണ്ടല്ലോ. ഭരദ്വാശ്രമം
പ്രവേശം. അവരങ്ങനെ അക്കരെ ചെന്നിട്ട് ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലേക്ക് പോവുകയാണ്. വൈദേഹി തന്നോട് കൂടവേ രാഘവൻ സോദരനോട് ഒരു മൃഗത്തെ കൊന്ന് സാദരം ഭുക്കുത സുഖേന വസിച്ചത്. അവർക്ക് വനത്തിൽ നിന്ന് വല്ലതൊക്കെ കഴിക്കാൻ പറ്റും, അല്ലാതെ ആരുടെയും വീട്ടിൽ നിന്ന് പറ്റത്തില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനെയൊക്കെ കൈ കിട്ടുന്ന വശത്ത് അന്തും കഴിച്ചു പോകുമല്ലോ. പാദവമൂലേ ദലാഠ്യ തൽപ്പസ്ഥലേ മാർത്താണ്ഡ ദേവൻ ഉദിച്ചോരനന്തരം, ആദ്യം ഉദിച്ച സമയത്ത് പാർത്ഥിവനാർഘ്യാദി നിത്യകർമ്മം ചെയ്തു ചെന്ന് ഭരദ്വാജനായ തപോധനൻ തന്നെ ആശ്രമപദത്തിനടുത്ത് ആദരാൽ ചിത്തമോദത്തോട് ഇരുന്നൊരു നേരത്ത്, ആശ്രമപദത്തിന് അടുത്തുവരെ ചെന്നപ്പോൾ ചിത്തമോദത്തോട് അങ്ങനെ അവിടെ ഇരുന്ന നേരത്ത് തത്ര കാണാ ഇതൊരു വടു തന്നെയും, ഇവർക്ക് വേണ്ടി തന്നെയായിരിക്കും ഒരു വടുവിനെ കണ്ട്. അപ്പോൾ വടുവിൻ്റെ വേഷം നമ്മുടെ വാമനൻ, പേരങ്ങ് മറന്നു മക്കളെ, വാമന വേഷം എങ്ങനെ, ആ വേഷം ഒരു വടുവിനെ കണ്ടു. അത് ഈ പറഞ്ഞ ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലെ വടുവായിരിക്കും, ശിഷ്യന്മാരൊക്കെ കാണുമായിരിക്കും. അതോ ഇനി ഈശ്വരൻ തന്നെ പ്രത്യക്ഷപ്പെട്ട് വന്നു ഇവർക്ക് വേണ്ടിയിട്ട്. അങ്ങനെ തത്ര കാണായതൊരു വടു തന്നെയും. അപ്പോൾ അവനോട് അരുൾ ചെയ്തു, രാഘവൻ ഇപ്പോഴേ, അതായത് പറയുന്നു, ഇപ്പോഴേ നീ മുനിയോട്, അപ്പോൾ അവിടെ നിന്ന് വന്നതാ, ഇപ്പോഴേ നീ മുനിയോട് ഉണർത്തിക്കണം, ഞങ്ങളിവിടെ ഇരിക്കുന്നെന്ന് ചെന്ന് പറയണമെന്ന് ആശ്രമത്തിൽ. രാമൻ ദശരഥ നന്ദനുണ്ട് തൻ ഭാമിനിയോടും അനുജനോടും വന്ന് പാർത്തിരിക്കുന്നത് ഉടജാന്തികേ എന്ന വാർത്ത വൈകാതെ ഉണർത്തിക്ക എന്നപ്പോൾ. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഉടജാന്തികത്തിൻ്റെ അടുക്ക വന്നിരിക്കുന്നു, രാമനും ലക്ഷ്മണനും സീതയും എന്ന് പറയണം, വൈകാതെ ഉണർത്തിക്കണം. താപസശ്രേഷ്ഠനോടാ ബ്രഹ്മചാരി ചെന്ന ആഭോഗ സന്തോഷമോട് ചൊല്ലിടിനാൻ. ആശ്രമോ ഉപാന്തേ ദശരഥപുത്രൻ ഉണ്ട് ആശ്രിതവത്സല പാർത്തിരു നേടുന്നു. മുനിയടുത്ത് പറഞ്ഞ ആശ്രിതവത്സല, അവിടെ ദശരഥനും എല്ലാവരും ദശരഥപുത്രൻ രാജാവിൻ്റെ പുത്രനാണല്ലോ ശ്രീരാമൻ, അവരെല്ലാം അവിടെ വന്നിരിക്കുന്നു. ശ്രുത്വാ ഭരദ്വാജനിദ്ധം സമുദ്ധായ ഹസ്തേ സമാദായ സാർഘ്യപാദ്യാദിയും ഗത്വ രഘൂത്തമ സന്നിധോ തത്വരം ഭക്തൈവ പൂജയിത്വ സകലക്ഷ്മണം. അങ്ങനെ അദ്ദേഹവും ഇതുപോലെ എല്ലാം എടുത്തു വെച്ചു കൊടുക്കാൻ. അപ്പം ദൃഷ്ടുവ കണ്ടു രാമവരം. അപ്പം ദൃഷ്ടു എന്ന് പറഞ്ഞാൽ കാണുക. അങ്ങനെ ഇവർ വന്നിരിക്കുന്നത് പറഞ്ഞപ്പോൾ തന്നെ അവരവിടെ നിന്നുകൊണ്ടിരുന്ന സമയം പോകില്ല. അങ്ങനെ അവരെല്ലാം വന്നു. ദൃഷ്ടുവ രാമവരം രാമം ദയാപരം തുഷ്ട്യാ പരമാനന്ദാബ്ധോ മുഴുകിനാൻ. ദാശരഥിയും ഭരദ്വാജ പാദങ്ങൾ ആശു വണങ്ങിനാൻ. ഭാര്യ അനുജാന്വിതം, ഭാര്യയും അനുജനും ശ്രീരാമനും എല്ലാം ഈ മഹർഷിയുടെ പാദത്തിൽ വീണ് നമസ്കരിച്ചു. പാദരജസ വണങ്ങിനാൻ. ഭാര്യ അനുജാന്വിതം ആശീർവചനപൂർവ്വം മുനി പുങ്കവൻ ആശയാനന്ദം എന്നരുളി ചെയ്തു. അങ്ങനെ മുനിയും നന്നായി പറയുന്നു, ആശയം പറഞ്ഞാൽ ചെയ്യുന്നു. പാദരജസ പവിത്രയാക്കിയിടു നീ വേദാത്മക മമ പർണശാലാമിമാം. എൻ്റെ ഈ പർണശാല അവിടുത്തെ പാദരജസ, പാദം കൊണ്ട് അവിടെല്ലാം നടക്കുമ്പോൾ ശുദ്ധമാവുമല്ലോ, പവിത്രമാവുമല്ലോ. അതുകൊണ്ട് അങ്ങനെ ചെയ്യണം. ഉടജമാനിയ സീതയാ സത്യസ്വരൂപം സഹാനുജം സാദരം. അതായത് ഇപ്രകാരം പറഞ്ഞ് ആശ്രമത്തിലേക്ക് ആനയിച്ചിട്ട് അങ്ങനെ ഈ ശ്രീരാമനെയും ഇവരെല്ലാം വന്ന് കണ്ട് ഇങ്ങനെല്ലാം ചെയ്തിട്ട് അവിടെ ആശ്രമത്തിലേക്ക് ആനയിച്ച് കൊണ്ടുപോയി. ഉടജമാനീയ സീതയാ സത്യസ്വരൂപം സഹാനുജം സാദരം പൂജാവിധാനീനെ പൂജിച്ചുടൻ ഭരദ്വാജ തപോധന ശ്രേഷ്ഠൻ അരുൾ ചെയ്തു. ഇങ്ങനെ അവരെല്ലാം പൂജിച്ചെത്തിയിട്ട് പറയുന്നു, നിന്നോട് സംഗമം ഉണ്ടാക കാരണം ഇന്ന് വന്നു തവ സാഫല്യമൊക്കവേ. നിന്നോട് ഈ സംഗമം, ഇവരെല്ലാം ഒന്നിച്ച് ചേർന്നൊരു സംഗമാണല്ലോ, അത് വന്നത് എൻ്റെ തപസ്സിൻ്റെ സാഫല്യമെല്ലാം വന്നു. ഞാൻ ഇത്രനാളും തപസ്സിൻ്റെ അതിൻ്റെ യഥാർത്ഥ സാഫല്യം എനിക്ക് കിട്ടി. ശ്രീരാമൻ നേരിട്ട് കണ്ടല്ലോ, ഒന്നിച്ച് സംഗമമായല്ലോ. ജ്ഞാതം തവോദന്തം രഘുപതേ. ജ്ഞാതം തവോദന്തം രഘുപതേ ഭൂതമാഗാമികം വാ കരുണാനിധേ. ഭൂതമാഗാമികം വാ കരുണാനിധേ. ഇത് സംസ്കൃതം ഏതാണ്ട. ജ്ഞാതം മായാ തവോദന്തം.
ജ്ഞാതം മയാ തവോ ദന്തം രഘുപതേ ഭൂതമാഗാമികം വാ കരുണാനിധേ. ഞാൻ അറിഞ്ഞേൻ പരമാത്മാ ഭവാൻ കാര്യമാനുഷനായതു. മായാഭൂതൽ ഞാൻ അറിഞ്ഞു. ഇവിടെ മനുഷ്യനായിട്ട് ഈ മായാകുന്ന ഇത് മായാഭൂതലമാണല്ലോ, ഇത് മായയാണല്ലോ ഈ പ്രപഞ്ചം. ഇവിടെ മനുഷ്യനായി വന്നെന്ന് ഞാൻ അറിഞ്ഞേൻ. പരമാത്മാ ഭവാൻ കാര്യമാനുഷനായതു മായാഭൂതലേ. ബ്രഹ്മണാ പണ്ട് സംപ്രാർത്ഥിതനാകയാൽ ജന്മമുണ്ടായതു യാതൊന്നിനെന്നതും. അപ്പോൾ പണ്ടിങ്ങനെ ബ്രഹ്മണാ പണ്ട് സംപ്രാർത്ഥന, ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് ഭഗവാൻ നാരായണനോട് പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ ഞാൻ ജനിക്കുന്നു എന്ന് നാരായണൻ പണ്ട് എന്നോട് പറഞ്ഞതാണ്. ജന്മമുണ്ടായതു യാതൊന്നിനെന്നതും എന്തിനാ വന്നതെന്നും ആ നാരായണൻ എന്തിനാ ഇവിടെ വന്നതെന്നും ഒക്കെ ഞാൻ നേരത്തെ അറിഞ്ഞിരിക്കുന്നു. കാനനവാസ അവകാശമുണ്ടായതും ഞാൻ അറിഞ്ഞിടനേൻ ഇന്നതിനെന്നടോ. ഇതിങ്ങനെ കാനനവാസത്തിൽ ഞാൻ വരും, അതിനെന്തിനാണെന്നും കൂടി ഞാൻ അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആരും പിടിച്ചു കെട്ടി രാജാവാക്കാൻ പറ്റുമോ? ജ്ഞാനദൃഷ്ടിയാ തവ ധ്യാനൈക ജാതയാ ജ്ഞാനമൂർത്തയെ സകലത്തെയും കണ്ടു ഞാൻ. അപ്പോൾ ഇങ്ങനെയെല്ലാം വരുന്ന കാര്യങ്ങൾ ജ്ഞാനദൃഷ്ടിയോട് ഞാൻ ഇതെല്ലാം അറിഞ്ഞു. അങ്ങയെ ധ്യാനിച്ചതിനാലുണ്ടായ നാരായണനെ ധ്യാനിച്ചു, അതായത് ശ്രീരാമനെ പണ്ട് ധ്യാനിച്ചു. ഈ അവതാരം എടുത്തവിടെ നാരായണൻ ശ്രീരാമനായത്. അപ്പോൾ ശ്രീരാമൻ ആകുന്നതിന് മുമ്പേ നാരായണനെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ എനിക്ക് എല്ലാം കാണിച്ചു തന്നു. എൻ്റെ ജ്ഞാനദൃഷ്ടിയിൽ ഞാനത് നേരത്തെ തന്നെ കണ്ടിരുന്നു, ഭഗവാൻ ഇങ്ങനെ രാമനായിട്ട് വരുമെന്ന്. ജ്ഞാനമൂർത്തെ ജ്ഞാനദൃഷ്ടിയാ തവ ധ്യാനൈക ജാതയാ ജ്ഞാനമൂർത്തെ സകലത്തെയും കണ്ടു ഞാൻ. എന്തിനു ഞാൻ വളരെ പറഞ്ഞിടുന്നു. സന്തുഷ്ട ബുദ്ധിയ കൃതാർത്ഥനായേനഹ. ഞാനിപ്പോൾ സന്തോഷമായിട്ടുള്ള ഞാൻ തന്നെ ഇപ്പോൾ കൃതാർത്ഥനായി. അപ്പം ശ്രീപതി രാഘവൻ വന്ദിച്ചു സാദരം താപസ ശ്രേഷ്ഠനോടേവം അരുൾ ചെയ്തു. തൊണ്ട അടച്ചു വരുന്നു, നീർക്കോൾ വീണ്ടും വരുന്നുണ്ട്. ക്ഷേത്രബന്ധ ഇച്ചിരികളാവും ഞാൻ ഉറക്കി ഇങ്ങനെ പറയാം. അതിനനുസരിച്ച് ദണ്ണം നിരവിന് വരും. അത് ഒത്തിരി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. തനിയായിട്ട് മക്കളൊക്കെ എല്ലാവരും പ്രാർത്ഥന, എല്ലാ മക്കൾക്കും വേണ്ടി. ക്ഷേത്രബന്ധുക്കളായുള്ളവർ ഞങ്ങളെ ചിത്തമോദത്തോട് അനുഗ്രഹിക്കണമേ. യുദ്ധം അന്യോന്യമാ ഭാഷണവും ചെയ്തത് അത്ര കഴിഞ്ഞതു. രാത്രി മുനിയുമായി, അങ്ങനെ മുനിയുമായി രാത്രി അവിടെ തന്നെ കഴിഞ്ഞു. നേരം വെളുത്തു. വാൽമീകി ആശ്രമ പ്രവേശനം. ഇനി വാൽമീകിയുടെ ആശ്രമത്തിലേക്കാണ് ഇനി പോകുന്നത്. നേരം വെളുത്തു. ഉത്ഥാനം ചെയ്ത് എഴുന്നേറ്റു എല്ലാവരും. ഉത്ഥാനവും ചെയ്തു ഉഷസി മുനിവരപുത്രരായുള്ള കുമാരകന്മാരുമായി ഉത്തമയായ കാളന്തി നദിയെയും ഉത്തീര താപസാദിഷ്ടമാർഗേണ പോയി. അതായത് ഈ മുനിക്ക് പുത്രന്മാരുണ്ട്, അവരുമായിട്ട് വഴി കാണിച്ചു കൊടുക്കണ്ടേ. അങ്ങനെ അവരുമായിട്ട് കാളന്തി നദിയെയും ഉത്തീര്യ, അതായത് കാളന്തി നദി കടന്നിട്ട് താപസൻ നിർദ്ദേശിച്ച വഴിയിലൂടെ താപസാദിഷ്ടമാർഗേണ, ആ മുനി പറഞ്ഞ വഴി കൂടെ പോകണമെന്ന് പറഞ്ഞതനുസരിച്ച് പുത്രന്മാർ കൂടെ ചെന്ന് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഉത്തീര്യ താപസാദിഷ്ടമാർഗേണ പോയി ചിത്രകൂടാദ്രിയെ പ്രാപിച്ചതു ജവാൽ. തത്ര വാൽമീതൻ ആശ്രമം നിർമ്മലം. വാൽമീയുടെ ആശ്രമം നിർമ്മലമായ ആശ്രമം, അവിടേക്ക് ചെന്നു. അത് ഈ മുനിയുടെ പുത്രന്മാരുടെ വഴികാട്ടി കൊടുത്തു. നാനാ മുനികുല സങ്കുലം കേവലം നാനാ മൃഗദ്വിജാകീർണം മനോഹരം. ഉത്തമ വൃക്ഷലത പരിശോഭിതം. നല്ല ഉത്തമമായ വൃക്ഷങ്ങളും ലത വള്ളികളും എല്ലാമായിട്ട് അവിടെ ഒരു വൃന്ദാവനം പോലെ നല്ലൊരു ആശ്രമം, അങ്ങനെ പരിശോഭിതമായിരിക്കുന്നു. നിത്യ കുസുമ ഫലദല സംയുതം. കുസുമ പുഷ്പങ്ങളും ഫലങ്ങളും, അതായത് പഴവർഗ്ഗങ്ങളും ഇലകൾ എല്ലാം ഉണ്ട്, അങ്ങനെ സംയുതം. തത്ര ഗത്വാസമാസീനം മുനികുല സത്തമം ദൃഷ്ട്വാ നമസ്കരിച്ചിടി. ഞാൻ അങ്ങനെ മുനികുലത്തിൽ ചെന്ന് ദൃഷ്ട്വാ നമസ്കരിച്ചു. രാമം രമാവരം വീരം മനോഹരം കോമളം ശ്യാമളം കാമതം മോഹനം കന്ദർപ്പസുന്ദര ഇന്ദീവരേഷണം ഇന്ദ്രാദിവൃന്ദാരകൈര അഭിവന്ദിതം ബാണതൂണീര ധനുർധരം വിഷ്ടപത്രാണ നിപുണം ജടാ മകുടോജ്വലം ജാനകി ലക്ഷ്മണോ ഉപേദം രഘൂത്തമം. ജാനകി ലക്ഷ്മണോപേദം രഘൂത്തമം മാനവേന്ദ്രം കണ്ടു വാൽമീകിയും തഥാ സന്തോഷ ബാഷ്പാകുലാക്ഷനായ രാഘവൻ തൻ തിരുമേനി ഗാഠം പുണർന്നിടിനാൻ. അങ്ങനെ ശ്രീരാമനും ഈ പറഞ്ഞ വാൽമീകിയൊക്കെ നന്നായി ഗാഠം പുണർന്നു. നാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യ പീയൂഷ സാഗരം മാനുഷം പൂജയിത്വാ ജഗൽപൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം ഭക്തി പൂണ്ടർഘ്യപാദ്യാദികൾ കൊണ്ടത മുക്തിപ്രദനായ നാഥന് സാദരം. നന്നായി ഇതെല്ലാം കൊടുത്ത് സന്തോഷിച്ച് പക്വ മധു ഫലമൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുത. അത് വാൽമീകി മഹർഷി എങ്ങനെയുള്ള ആളാന്ന് അറിയാൻ എല്ലാവർക്കും. ആദ്യം എങ്ങനെയായിരുന്നു കാട്ടാളനായിട്ടുള്ള, അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത്രയും
ഭജിച്ച് തപസ് ചെയ്ത് ഇങ്ങനെ ആയത്. അപ്പോൾ അത്രമാത്രം ഭഗവാൻ നേരിട്ടൊക്കെ ചെന്നില്ലേ, ആ തപസ്സിൻ്റെ പുണ്യം വാൽമീകി അങ്ങനെ ഒക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുത എല്ലാം ശ്രീരാമൻ എല്ലാം നൽകി. പൊക്കുത പരിശ്രമം തീർത്തു രഘുവരൻ നത്വാ മുനിവരൻ തന്നോട് അരുൾ ചെയ്തു. താതാജയ വനത്തിന് പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും. ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ, വേദാന്തിനാം ഭവതാം അറിയാമല്ലോ. ഇങ്ങനെയുള്ള വേദാന്തികൾക്ക് എല്ലാം ജ്ഞാനദൃഷ്ടിയുടെ അറിയാമല്ലോ. യാതൊരിടത്ത് സുഖേന വസിക്കാവൂ, സീതയോടും കൂടി എന്നരുൾ ചെയ്യണം. ഈ ദിക്കിൽ ഒട്ടുകാലം വസിച്ചിടുവാൻ ചിത്തെ പെരുകയുണ്ട് ആശമഹാമുനി. ഇവിടെ തന്നെയൊക്കെ ഒന്ന് കഴിഞ്ഞുകൂടാൻ കുറച്ചു നാളത്തേക്ക് ആഗ്രഹമുണ്ട്. ഇങ്ങനെയുള്ള ദിവ്യാന്മാരിരിക്കുന്ന മംഗളദേശങ്ങൾ മുഖ്യവാസോചിത. ഇങ്ങനെയുള്ള മഹർഷിമാരും ഒക്കെ ഉള്ള മുനിമാരുള്ള സ്ഥലത്ത് വസിക്കാൻ നല്ലതാണ് എന്നത് കേട്ട് വാൽമീകി മഹാമുനി മന്ദസ്മിതം ചെയ്തുവണ്ണം അരുൾ ചെയ്തു. സർവ്വലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു, സർവ്വലോകേഷു നീയും വസിച്ചിടും. സർവത്തിലും പരമാത്മാവായ ശ്രീരാമൻ വസിക്കുന്നു, സർവവും ഭഗവാനിലും വസിക്കുന്നു. അതൊരു ഭക്തൻ പരമാത്മാവിലും പരമാത്മാവ് ഭക്തനിലും ഉണ്ടെന്ന് പറയുന്നത് പോലെ ലോകം മൊത്തവും ഭഗവാനിലും ഭഗവാൻ ലോകത്തിലും വസിക്കുന്നു. ഇങ്ങനെ സാധാരണ നിവാസ സ്ഥലം അങ്ങനെ ആകയാൽ എന്ത് ചൊല്ലാവത്. ഇങ്ങനെയുള്ള എല്ലാം ഭഗവാന്റെ ആണെങ്കിൽ എവിടെ വസിക്കണം, എന്ത് പറയാനാ, ഞാൻ എന്താ പറയാ, എവിടാ വസിക്കാൻ വയ്യാത്തത് എന്ന്. സീത സഹിതനായി വാഴുവാൻ ഇന്നൊരു ദേശം വിശേഷണ ചോദിക്കുക. കാരണം ഇപ്പം സീത ഒരു സ്ത്രീ ആണല്ലോ, അതുകൊണ്ട് അങ്ങനെ വിശേഷണ ചോദിച്ചതുകൊണ്ട് സൗഖ്യനത്തെ വസിപ്പാനുള്ള മന്ദിരം ആഖ്യ വിശേഷണ ചൊല്ലുന്നതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പ്രത്യേകം എടുത്ത് പറയാം എവിടെയാ കഴിയേണ്ടത്. ഇനി ഞാനൊന്ന് മക്കളെ ശ്രദ്ധിച്ച് കേൾക്കണത്. എവിടെ എങ്ങനെ കഴിയണം എന്നുള്ളത് ഈ വാൽമീകി പറയുന്നുണ്ട്. അത് പറയുന്നു. സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദോഷഹീനമതികളായി ശാന്തനായി നിന്നെ ഭജിപ്പവർ നമ്മുടെ സ്വാന്തനം, നമ്മുടെ സ്വാന്തം നിനക്ക് സുഖവാസ മന്ദിരം. അതായത് ആരാണ് സൗഖ്യന എവിടെയാണ് സ്വന്തമായി ഇങ്ങനെ കഴിയാനുള്ള ഇരിപ്പിടം മന്ദിരം എവിടെയാ ചോദിച്ചന്. പിന്നെ സന്തുഷ്ടരായിട്ട് ആർക്കാണ് സന്തോഷമുള്ളത്, സമദൃഷ്ടി ആക്കാനുള്ളത്, സർവ്വത്തിന് സമദൃഷ്ടി. ബഹുജന്തുക്കൾ ദോഷഹീനമതികളായി ജന്തുക്കളെ ഒന്നിനെയും ഹനിക്കാതെ ഉപദ്രവിക്കാതെ അങ്ങനെയുള്ളവർ, ശാന്തനായവർ, നിന്നെ ഭജിപ്പവർ. അങ്ങനെ ആരാണ് നിന്നെ ഭജിക്കുക ശ്രീരാമയ, അങ്ങനെ നിന്നെ ആരാ ഭജിക്കുന്നത്, അവരുടെ അങ്ങനെയുള്ളവരുടെ സ്ഥലത്ത് നിനക്ക് സുഖവാസ മന്ദിരം. അതാരാണ് അങ്ങനെയുള്ള സുഖ മന്ദിരം? അങ്ങനെ ആരാ സ്വന്തം ഹൃദയത്തിൽ ഇങ്ങനെ കണ്ട് ആ ഹൃദയത്തിൽ ഈ ഭഗവാൻ വസിക്കാം, അതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള വീടുകളും നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു വ്യക്തി ഒരു നല്ലൊരു ജ്ഞാനിയാണ്, ഒരു ഭക്തനാണ്, ഒരു സന്യാസി ആയിരിക്കും. അവരുടെ ഹൃദയത്തിൽ ഭഗവാൻ വസിക്കാം, സീതയ്ക്കും വസിക്കാം, ഒരു വിഷമം വരത്തില്ല. അതാണ് ഇവിടെ വാൽമീകി പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് ഇത് അർത്ഥമുള്ളൊരു വാക്കാണ്, ശ്രദ്ധിച്ച് കേൾക്കാൻ പറഞ്ഞത്. ഇനി അടുത്തത് ആരാന്ന്. നിത്യധർമ്മ അധർമ്മമെല്ലാം ഉപേക്ഷിച്ച് ഭക്ത്യാ ഭവാനെ ഭജിക്കുന്ന അവരുടെ ചിത്തസരോജം ഭവാൻ നേടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം. നിത്യധർമ്മ അധർമ്മമെല്ലാം ഉപേക്ഷിക്കും. അത് ധർമ്മവും ഇല്ലവർക്ക്, അധർമ്മവും ഇല്ല. കാരണം അതിൻ്റെയൊക്കെ കാലം കഴിയും ഒരു സന്യാസിക്ക്. പിന്നെ ഏകമയം പരപരമായിട്ട് ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. വെളിയിലോട്ട് ആര് വന്നെന്നോ ആര് കഴിച്ചെന്നോ ധർമ്മം എന്താണെന്നോ ഒന്നും പിന്നെ അറിയേണ്ട കാര്യമില്ല. കർമ്മമെല്ലാം കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളെല്ലാം ഉള്ളൊരു കാലം ഉണ്ടായിരുന്നു. അതായത് എൻ്റെ ഈ കാലം, എൻ്റെ ഇപ്പോഴെങ്ങനെ എനിക്കിപ്പം പൂച്ചയെന്നോ പട്ടിയെന്നോ ഒന്നും തന്നെ ഇല്ലാത്തൊരു കാലമായി. ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുമോ, എനിക്ക് ധർമ്മവും ഇല്ല അധർമ്മവും ഇല്ലാത്തൊരു ലക്ഷണമെന്ന് കൂട്ടിക്കോ, ഞാൻ അങ്ങനെയാണെന്ന് കൂട്ടിക്കോ. അപ്പോൾ നിത്യധർമ്മ അധർമ്മമെല്ലാം ഉപേക്ഷിച്ചു. അവിടെ ധർമ്മവും ഇല്ല, ആർക്കും കൊടുക്കുന്നില്ല, ധർമ്മം നോക്കുന്നുമില്ല, അധർമ്മവും നോക്കുക, രണ്ടും സമത്വം. അപ്പോൾ അങ്ങനെ ഉള്ളതും ഭക്തിയ ഭഗവാനെ ഭജിക്കുന്നവരും. അപ്പോൾ യഥാർത്ഥമായി ഭക്തിയ ഭഗവാനെ ആരാ ശ്രീരാമനെ ഇങ്ങനെ ഭജിക്കുന്നത്, അങ്ങനെയുള്ളവരും അങ്ങനെയുള്ളവരുടെ ചിത്ത സരോജ, ആ മനസ്സ് താമര പോലിരിക്കും, വാടാതെ ഹൃദയശുദ്ധമായിട്ടിരിക്കും. ഇങ്ങനെയുള്ളൊരു നല്ലൊരു ആത്മാവ്, അങ്ങനെയുള്ള സരോജം, ആ ചിത്തം സരോജം താമര പോലിരിക്കുന്ന ഭവാൻ ഇരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം. ആ ഹൃദയം ഉത്തമമായി വിളങ്ങിയിടും. അതാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്ദ്വരായി നിഷ്പൃഹാരായി നിരീഹരായി മന്ത്രജാപകരായുള്ള മാനുഷർ തൻ മനപങ്കജന്തേ സുഖമന്ദിരം. അപ്പം നിത്യവും നിന്നെ ശരണം, ഭഗവാനല്ലാതെ മറ്റൊന്നും ശരണമില്ല. സർവ്വം ഭഗവാൻ അർപ്പിച്ചു, സർവ്വം ഭഗവാനല്ലാതെ ഒന്നുമില്ല. താനും ഭഗവാനും ഒന്നായ ഒരു വ്യക്തി, അവർ എപ്പോഴും ശരണം ആ ഭഗവാൻ തന്നെ. അങ്ങനെ നിർദ്വന്ദ്വരായി, രണ്ടില്ലാത്ത അവസ്ഥ, ഞാനൊന്നും നീ എന്നുള്ള അവസ്ഥയില്ല, സമം. നിസ്പൃഹരായി, അസൂയയില്ലാത്തവരായി. അപ്പോൾ നിരീഹരായി,
ഒന്നിനും ആസക്തി ഇല്ലാത്തത്, ഒന്നും വേണമെന്ന് ആഗ്രഹമില്ലാത്തത്, എത്രമാത്രം എനിക്കത് ഓർക്കാൻ വയ്യ. അതൊക്കെ ഭാഗത്ത് വരുമ്പോൾ ഇങ്ങനെ കരയുന്നത് എന്താണെന്നറിയുമോ, ഞാൻ ഇതെല്ലാം പറയുമ്പോൾ അങ്ങനെ ആണല്ലോ ഒരു ഉള്ളിൽ നിന്നൊരു ഒരു 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 പ്രത്യേക ഒരു അനുഭൂതി വരും. അത് അങ്ങനെ ആയി തീർന്നോ, ഞാനങ്ങനെ ആയോ, എനിക്കൊന്നിനും ആഗ്രഹമില്ല, ഇന്നത് വേണമെന്നുള്ള ആഗ്രഹമില്ല. അതോ പിന്നെ അസൂയ, ആരിലും എനിക്ക് അസൂയയില്ല, രണ്ടെന്നുള്ള ഭേദമില്ല. അങ്ങനെ ആരുണ്ട് തന്മന പങ്കജം ദേ സുഖമന്ദിരം, അങ്ങുള്ള ഹൃദയത്തിൽ ശ്രീരാമന് വസിക്കാം, സീതയ്ക്കും വസിക്കാം. പിന്നെ ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷ മാനസന്മാരുമായി ലോ അഷ്ട അശ്മ കാഞ്ചന തുല്യമതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം. അതെന്തോ ലോ, അത് ശരിയാ, അതും അങ്ങനെയാ. മൺകട്ട, കല്ല്, സ്വർണം ഇവയെ തുല്യമായ, അത് സത്യമായ. ഇവിടെ സ്വർണം എന്ന് പറഞ്ഞാലൊന്നുമില്ല, കല്ലെന്ന് പറഞ്ഞാൽ ഒന്നിലും ഒരു ഇച്ഛയില്ല. ഉള്ളതൊക്കെ നമ്മളിപ്പോൾ ആഹാരം നമ്മുടെ മുമ്പിൽ തരുന്നു, നമ്മൾ കഴിക്കുന്ന പോലെ നമ്മളിലെല്ലാം ഉണ്ടെങ്കിൽ അത് നമ്മളിലുണ്ട്, അതാകും വേണോ കൊടുക്കുക, അങ്ങനെയുള്ള മനസ്സുള്ളവരാണ്. അതെല്ലാം മണ്ണിനെ പോലെ കാണുന്നവരാണ്. അതുകൊണ്ട് മൺകട്ട, അതാണ് ലോ 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 അഷ്ടാശ്മ കാഞ്ചന തുല്യമതികൾ, സ്വർണങ്ങളും മൺകട്ടയും കല്ലും സ്വർണ്ണവയെ തുല്യമായി ശ്രേഷ്ഠമതികൾ, അങ്ങനെയുള്ളൊരു ശ്രേഷ്ഠമതികൾ മനസ്തവമതി, അങ്ങനെയുള്ള മനസ്സുള്ളവർക്ക് നല്ല മന്ദിരമാണ്. പിന്നെ നിങ്ങൾ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ചു, നിങ്ങളെ ദത്തമായൊരു മനസ്സോടും സന്തുഷ്ടരായി മരുവുന്നവർ മാനസം സന്തതയെ സുഖവാസമായ മന്ദിരം. എല്ലാം ഭഗവാൻ അർപ്പിക്കണം. നിങ്ങളെ ദത്തമായൊരു എല്ലാ മനസ്സും നമ്മളെല്ലാം ഭഗവാൻ തന്നെയാണെല്ലാം സമർപ്പിച്ചിട്ട് സന്തുഷ്ടരായി മരുവുന്നവർ, അങ്ങനെ സന്തോഷത്തോട് മരണം. അയ്യോ എനിക്ക് ഇന്ന് അതല്ല ഇതില്ല, എന്നും ദുഃഖപ്പെട്ട് നടക്കുന്നവർ സന്തോഷം ഉണ്ടാകത്തില്ലല്ലോ. ഇതെല്ലാം ത്യജിച്ചെങ്കിൽ മാത്രമേ, ഇതിലൊന്നും ആശയില്ലാത്തവർക്ക് ആ സന്തോഷം ഉണ്ടാവുള്ളൂ. ആ സന്തോഷമുള്ളവർക്ക് നമുക്കുള്ള അങ്ങുള്ള മനസ്സിൽ ഭഗവാൻ വസിക്കാം, സുഖമായ മന്ദിരമാണ്. ഇഷ്ടം ലഭിച്ചിട്ട് സന്തോഷമില്ല ഒട്ടും, ഇഷ്ടേതരാപ്തിക്ക് അനുതാപവുമില്ല. എന്താണ് നമുക്കുള്ള ഇഷ്ടം? ആ ഇഷ്ടം നമുക്ക് കിട്ടിയാലോ എന്താ സന്തോഷവും ഇല്ല. അതിന് ഇതരമായിട്ട് ഓപ്പോസിറ്റായിട്ട് ഇഷ്ടക്കേടായിട്ട് എന്തെങ്കിലും വന്നാലോ അതിന് അനുതാപവും ഇല്ല, വിഷമവും ഇല്ല. നമുക്ക് ഒരാൾ ദുഃഖം ചെയ്താലോ, അവിടെ ഇന്നതായാലും ചെയ്തല്ലോ എന്ന് പറഞ്ഞാൽ വിഷമിക്കാറോ, അത് പണ്ടൊക്കെ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു, കരയുമായിരുന്നു മക്കളൊക്കെ. പക്ഷെ ഇപ്പം അതുമില്ല. എന്നെ ഒന്ന് വിളിച്ചില്ലേക്ക് എനിക്ക് കരച്ചില്ല, ഇപ്പം അങ്ങനെയൊന്നേ ഇല്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്താൽ സന്തോഷവുമില്ല, ഇഷ്ടക്കേട് ചെയ്താലും വിഷമവും ഇല്ല. അങ്ങനെ ആകണം നമ്മൾ. അപ്പോൾ ഇഷ്ടം ലഭിച്ചിട്ട് സന്തോഷവും ഇല്ല ഒട്ടും, ഇഷ്ടേതരാപ്തിക്ക് അനുതാപവുമില്ല. സർവവും മായേതി നിശ്ചിത്യ വാഴുന്ന ദിവ്യ മനസ്തവ വാസായ മന്ദിരം. സർവവും മായേശ എല്ലാം പരമാത്മാവ്, ആ മായേതി നിശ്ചിത്യ വാഴുന്ന ഈ ലോകത്തിൽ വാഴുന്ന പരമാത്മാവിനെ തന്നെ ദിവ്യ മനസ്തവ വാസായ മന്ദിരം. അങ്ങനെയുള്ളവരുടെ മനസ്സ് ഭഗവാന് വാഴാം. നല്ല മനസ്സാണ്, നല്ല പുഷ്പം പോലെ താമര പോലുള്ള ഹൃദയമാണ്. ഷഡ്ഭാവഭേദ വികാരങ്ങളൊക്കെയും ഉൾപ്പോയിൽ ഓർക്കിലോ ദേഹത്തിനേ ഉള്ളൂ. ഈ ഷഡ്ഭാവം എന്താ? അത് വികാരങ്ങളാണ്, നമുക്കുള്ള ഈ ലോകത്തുള്ള വികാരങ്ങളാണ്. അത് പറഞ്ഞ ഇന്ന് സമയം പോകും. അപ്പോൾ നമ്മളെപ്പോഴും വായിക്കുന്ന കാമക്രോധങ്ങളായ ഷഡ്ഭാവ ഭേദമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള വികാരങ്ങളൊക്കെയും ഉൾപ്പോയിൽ ഓർക്കിലോ ദേഹത്തിനേ ഉള്ളൂ. ക്ഷുദ്രഭാവ സുഖ ദുഃഖാദി സർവവും, അതായത് വിശപ്പും ദാഹമൊക്കെയാണെന്ന് തോന്നുന്നു. വിശപ്പും ദാഹം എന്നതിൽ നിന്ന് ജനിക്കുന്ന സുഖദുഃഖമുണ്ട്. നമുക്ക് വിശപ്പും ദാഹവും വരുമ്പം സുഖവും വരാം, ദുഃഖവും ഉണ്ടാകും. സർവവും ചിത്തേ വിചാരിക്കില്ല ആത്മാവിനില്ലേതും. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ആത്മാവിന് ദുഃഖവും സുഖമുണ്ടോ? വിശപ്പ് ആത്മാവിനാണോ ഉള്ളത്? ദേഹത്തിനല്ലേ ഉള്ളൂ. ആത്മാവിൽ എപ്പോഴും സന്തോഷമെന്നുള്ളൊരു ആനന്ദമല്ലേ ഉള്ളൂ. ആത്മാവ് എപ്പോഴും സന്തോഷമാണ്, ആനന്ദമാണ്. അതിന് വിശപ്പോ ദാഹമോ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് ക്ഷുദ്രക്ഷവ സുഖ ദുഃഖാദി സർവവും ചിത്തേ വിചാരിക്കൽ ആത്മാവിനില്ലേതും. ഇത്തം ഉറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം. അങ്ങനെ ഈ വിഷമങ്ങളും ഇങ്ങനെ ക്ഷുത്തും വിശപ്പല്ല ദേഹത്തിനേ ഉള്ളൂ, ആത്മാവിനതൊന്നും ബാധിക്കുന്നില്ല. അങ്ങനെ എപ്പോഴും അങ്ങനെയാണെന്ന് ഉറച്ച് ഭജിക്കുന്ന അവരുടെ ചിത്തം തവ ഈശ്വരന് വസിക്കാനുള്ള നല്ല വാസായ മന്ദിരമാണ്, സുഖവാസമാണ്. യാതൊരുത്തൻ ഭവന്തം പരം ചിൽഖനം വേദസ്വരൂപ അനന്തമേകം സദാം വേദാന്ത വേദ്യവാദ്യം ജഗൽക്കാരണം നാദാന്ത രൂപം പരം ബ്രഹ്മ അച്യുതം സർവം ഗുഹാശയസ്തം സമസ്താധാരം സർവഗതം പരമാത്മാന അലേപകം വാസുദേവം വരദം വരേണ്യം ജഗദ്വാസിനാം ആത്മന കാണുന്നത് സദാ. അതായത്
അങ്ങയെ ലോകരുടെ ആത്മാവിൽ കാണുന്നവരാരാണോ, അതായത് ലോകം എന്ന് വെച്ചാൽ സർവ്വഭൂതങ്ങളും എല്ലാം ഈ സർവ്വപ്രപഞ്ചത്തിലുള്ള സർവ്വതും ഇന്നാരെന്നില്ല, അതിലെല്ലാം നമ്മൾ ആരായി കാണണം? ഈശ്വരനായി കാണണം. അങ്ങയെ ലോകത്തിലെ സർവ്വത്തിലും കാണുന്നവരാരാണോ, അതായത് എല്ലാം പരമാത്മാവാണെന്ന് ആരാണ് അറിയുന്ന? നാം അല്ലാതെ, നാം അതിലുള്ളതാണ് ആ പരമാത്മാ. അപ്പോൾ നാമായിട്ട് നമ്മളായിട്ട് തന്നെ, ഞാനായിട്ട് തന്നെ എല്ലാം കാണുന്നത് ആരാണ്? പരമാത്മാവ്. അവിടെ വേറെ അന്യൊരാരെങ്കിലും ഉണ്ട്? പൂച്ചയെ കണ്ടാലോ ഒരു മനുഷ്യനെ കണ്ടാലോ അത് അന്യതാണോ? അതും ഞാനല്ലേ, പരമാത്മാവല്ലേ എന്ന് കാണാതെ അങ്ങനെയുള്ള തസ്യ ചിത്തേ ജനകാത്മജയ സമം നിസ്സംശയം വസിച്ചിടുക ശ്രീപതി. അങ്ങനെ ഉള്ളൊരു മനസ്സുള്ള ആരെങ്കിലും ഉണ്ടോ? നിസ്സംശയം അവിടെ വസിച്ചിടുക ശ്രീപതി. ആരാ? ചിത്തെ ജനകാത്മജയ സമം, ആ ദേവിയായ സീതയും കൊണ്ട് അവിടെ വസിക്കാം ശ്രീപതി. സന്തതാഭ്യാസ ദൃഢീകൃത ചേതസ സന്തതം ത്വൽപാദ സേവാ രഥാത്മനാം. സന്തത അഭ്യാസ ദൃഢീകൃത ചേതസ സന്തതം ഭവൽ പാദസേവാ രഥാത്മനാം സന്തതം ത്വന്നാമമന്ത്ര ജപ ശുചി സന്തോഷ ചേതസാം ഭക്തി ദ്രവാത്മന. അപ്പോൾ എന്താണ്? നമ്മളിതെല്ലാം ഭജിക്കുമ്പോൾ, ത്വന്നാമമന്ത്രം ജപിക്കുമ്പോൾ ശുചി, അതായത് യോഗാഭ്യാസം കൊണ്ട് മനസ്സ് ദൃഢമാക്കിയവരുടെ ഒക്കെ എന്താ മനസ്സിൽ സന്തതം ത്വന്നാമമന്ത്രം, ഭഗവാന്റെ നാമമന്ത്രം ജപിക്കുമ്പോൾ അത് ശുചി സന്തോഷ ചേതസ്, നല്ല മനസ്സിൽ ആനന്ദം നിറഞ്ഞപ്പോൾ എന്ത് വരും? ഭക്തി ദ്രവാത്മനം. ചില മക്കൾ പറയും പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീര് വരുന്നമ്മേ, അതിൻ്റെയൊക്കെ ആരംഭമാണത്. ആ കണ്ണുനീര് ബാഷ്പ അത് വരുന്നത് എന്താ? ആനന്ദാശ്രുക്കളാണ്. അതെന്താ വരുന്നത്? ദ്രവം, ആ വെള്ളം വരുന്നത് ഭഗവാനോടുള്ള ഭക്തി വർദ്ധിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ സന്തതം നാമ മന്ത്ര ജപ ശുചി സന്തോഷ ചേതസ, നമ്മുടെ ഹൃദയം അത്രമാത്രം ചേതസ്വരമോ ഭക്തി ദ്രവാത്മനം, ഭക്തിയാകുന്ന ജലമാണ് ആ കണ്ണുനീരായിട്ട് വരുന്നത്. ഭക്തി ദ്രവാ, അവിടെ ഒരു പ്രത്യേക അനുഭൂതി വരുമ്പോൾ ആ കണ്ണുനീരായി ഇങ്ങനെ വരും. അതാണ് അന്തർഗതനായി വസിക്കുന്ന നീ സീതയാ. അങ്ങനെ അന്തർഗതനായി വസിക്കാൻ നീ സീതയും കൊണ്ട് ചിന്തിത ചിന്താമണി ദയാവാരിധേ. അപ്പോൾ സന്തതം നാമമന്ത്ര ജപ ശുചി സന്തോഷ ചേതസാം ഭക്തി ദ്രവാത്മനാം, അങ്ങനെയുള്ളിടത്ത് അന്തർഗതനായി വസിക്കുക. അങ്ങനെ ആരെങ്കിലും നമ്മുടെ മക്കളിലുണ്ടോ? കണിശമായിട്ടും ഭഗവാൻ ശ്രീരാമൻ, ഭഗവാൻ നാരായണൻ ആ ഉള്ളിലുണ്ട്, ഒരു സംശയവുമില്ല. ഇങ്ങനെ ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഉള്ളവർക്കുള്ള ഉള്ളിൽ അന്തർഗതനായി വസിക്കാൻ നീ സീതയ. നമ്മുടെ ഉള്ളിലെല്ലാം പരമാത്മാവായ ശ്രീരാമനും സീതയും ഉണ്ട്. ചിന്തിത ചിന്താമണി ദയാവാരിധേ. ഇങ്ങനെ വാൽമീകി പറഞ്ഞു കൊടുത്ത് എവിടെയൊക്കെ വസിക്കാം, ഇത്രയും സമയങ്ങൾ വായിച്ചത് അതിലെല്ലാം നല്ല താമര പുഷ്പം പോലുള്ള ഹൃദയമാണ് അവിടേക്ക്. അതിൽ ചിന്താമണി അവിടെ എല്ലാം വസിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം. ഇതിത്ര നാളെ വരുമോയെന്നറിയില്ല, എങ്കിലും കിട്ടുന്നിടത്തോളം വരട്ടെ. 1 മണിക്കൂറും കഴിഞ്ഞതുകൊണ്ടാണ് പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാകണം. അസുഖമായി കിടക്കുന്നവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്രീരാമഭഗവാനോട് പറയുന്നു, ഇപ്പോൾ നമ്മൾ ശ്രീരാമഭഗവാന്റെ അല്ലയോ ഈ മാസം, അതുകൊണ്ട് നാരായണൻ ഭഗവാൻ ശ്രീരാമനായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് ഭഗവാനെ എല്ലാവർക്കും സുഖം ഭവിക്കണമേ. ഓം ലോകാസമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും നമസ്കാരം മക്കളെ. ഹരി ഓം ഹരി ഓം ഹരി ഓം.